Good morning. Good morning, ma'am. Morning, ma'am. Good morning, ma'am. ഇപ്പൊ നമ്മള് CSST അല്ലേ പഠിച്ചുകൊണ്ടിരുന്നേ? CSST-ല് നമ്മൾ ആ ഒരു ഫങ്ഷണൽ ഏരിയാസ് കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് എന്താ പറഞ്ഞ സ്റ്റെറിലൈസേഷൻ ഏരിയയിൽ ആ 3 മെത്തേഡ്സ് അല്ലെ, ആ ഒരു കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ പറഞ്ഞിരുന്നു, സ്റ്റീം സ്റ്റെറിലൈസേഷൻ പറഞ്ഞു, ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഓട്ടോക്ലേവ് ആയിട്ടുള്ള ഫ്ലാസ്ക് സ്റ്റെറിലൈസേഷൻ പറഞ്ഞു. നെക്സ്റ്റ് പറഞ്ഞത് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് അല്ലേ പറഞ്ഞത്. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സിൽ 3 എണ്ണവും നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ നെക്സ്റ്റ് കഴിഞ്ഞ പ്രീവിയസ് ക്ലാസ്സിൽ? മിസ് ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും കൂടി പറയോ? ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് പറയാലോ. ഓക്കെ, ഇപ്പൊ ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ബയോളജിക്കൽ എന്ന് പറയുമ്പോൾ തന്നെ ആ വേർഡിൽ നിന്ന് മനസ്സിലാക്കുക അവിടെ എന്താണ്, ലിവിങ് മൈക്രോ ഓർഗാനിസംസ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. ആ ലിവിങ് മൈക്രോ ഓർഗാനിസംസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ആംബ്യൂൾസ് കണ്ടോ അവിടെ ഒരു പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്, അതുപോലെയുള്ള ആംബ്യൂൾസിനുള്ളില് ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻസിനുള്ളിലായിട്ട് ഈ മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാവും. അങ്ങനെയുള്ള മൈക്രോ ഓർഗാനിസംസ് ഉള്ള ഈ ആംബ്യൂളുകൾ ഓരോ സ്റ്റെറിലൈസേഷൻ ചേമ്പറിലേക്ക് ട്രേ വെക്കുമ്പോഴും ഓരോ ട്രേയുടെ ഉള്ളിലും ഇങ്ങനെയുള്ള ആംബ്യൂൾസ് എന്ത് ചെയ്യും, ആ ആംബ്യൂളിനുള്ളിൽ ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷനും ഈ മൈക്രോ ഓർഗാനിസംസ് കണ്ടെയ്ൻ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആയിരിക്കും. അപ്പൊ ആ ഒരു സൊല്യൂഷൻ ഉള്ള ഈ ആംബ്യൂൾസ് എന്ത് ചെയ്യുന്നു, ആ ഓരോ ട്രെയിലും വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു സ്റ്റെറിലൈസേഷന് അയക്കുന്നത്. അങ്ങനെ സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞ് തിരിച്ച് നമ്മൾ ആ ഒരു ട്രെയിൽ നിന്ന് ആ ഒരു ആംബ്യൂൾ എടുത്ത് നോക്കുന്ന സമയത്ത് അതിന് കളർ ചേഞ്ച്, അതിനുള്ളിലുള്ള ആ സൊല്യൂഷന് കളർ ചേഞ്ച് വരികയാണെങ്കിൽ അവിടെ എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്, അവിടെ ആ ഒരു സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് സക്സസ്ഫുൾ ആണ് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി കളർ ചേഞ്ച് ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, ആ ഒരു ഏരിയ ശരിയായ രീതിയിൽ സ്റ്റെറിലൈസേഷൻ നടന്നിട്ടില്ല എന്നുള്ളതും മനസ്സിലാക്കാൻ പറ്റും. കിട്ടിയോ? ഓക്കെ ഓക്കെ, നമ്മള് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോയിക്കോട്ടെ. ഓക്കെ, നെക്സ്റ്റ് ഭാഗമാണ് CSST ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. CSST-യില് നമ്മുടെ ലോണ്ടറി ആൻഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഒക്കെ പഠിച്ചില്ലേ, സെൻട്രലൈസ്ഡ്, ഡീസെൻട്രലൈസ്ഡ്, മിക്സഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ CSST-ന്റെയും ഒരു ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ വിതരണ സംവിധാനമാണ് CSST-യിൽ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പൊ CSST ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ ആ ഒരു വിതരണ സംവിധാനം എങ്ങനെയാണ്, അവിടെ 4ആയിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ വരുന്നതാണ് ക്ലീൻ ഫോർ ഡർട്ടി എക്സ്ചേഞ്ച്. ക്ലീൻ ഫോർ ഡർട്ടി എക്സ്ചേഞ്ച്. സെക്കൻഡ് വൺ ആണ് റിക്വസിഷൻ സിസ്റ്റം. തേർഡ് വൺ ഗ്രോസറി സിസ്റ്റം. ആൻഡ് ഫോർത്ത് വൺ ക്വാട്ട സിസ്റ്റം. ഫസ്റ്റ് വൺ ഏതാ, ക്ലീൻ ഫോർ ഡർട്ടി എക്സ്ചേഞ്ച്. നെക്സ്റ്റ് വൺ ആണ് റിക്വസിഷൻ സിസ്റ്റം. തേർഡ് വൺ ആണ് ഗ്രോസറി സിസ്റ്റം. ആൻഡ് ഫോർത്ത് വൺ ആണ് ക്വാട്ട സിസ്റ്റം. അപ്പൊ അതില് 4 രീതിയിൽ അവിടെ ആ ഒരു CSST ഡിപ്പാർട്ട്മെന്റില് അവിടുത്തെ ഒരു ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ വിതരണ സംവിധാനം നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതിൽ ആ 4 സിസ്റ്റത്തില് ഏതും ആവാം. ഓരോ ഡിപ്പാർട്ട്മെന്റുകളുടെ ആ ഒരു സൗകര്യം അനുസരിച്ചാണ് നമ്മൾ ഈ ഒരു ഏത് ഡിസ്ട്രിബ്യൂഷൻ ആണ് അവർക്ക് വേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ 4 എണ്ണത്തിനെ പേര് കേട്ടൊന്നും പേടിക്കണ്ട, വളരെ സിമ്പിൾ ആയിട്ട് ഓരോ വേർഡ്സ് ഓരോ സെന്റൻസ് വീതം പഠിക്കാനുള്ളൂ കേട്ടോ. ജസ്റ്റ് അതൊന്നും എന്താണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പൊ അത് ഓരോ പേരിന് അടിയിൽ അല്ലെങ്കിൽ ആ ഇന്ന് ക്ലീൻ ഫോർ ഡർട്ടി എക്സ്ചേഞ്ചിനുള്ളിൽ വരുന്നത് ഏതാണ് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഓക്കെ, ഫസ്റ്റ് വൺ തുടങ്ങുകയാണ് നമ്മൾ CSST ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തില്. ഫസ്റ്റ് വൺ ആണ് ക്ലീൻ ഫോർ ഡർട്ടി എക്സ്ചേഞ്ച്. A sterilized article is provided at the CSST issue counter in exchange for a used one at any time. ഇവിടെ ഏത് സമയത്തും നമുക്ക് ഇവിടെ എക്സ്ചേഞ്ച് നടത്താം. എക്സ്ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ആ ഒരു ഇഷ്യൂ കൗണ്ടർ ഏതാണ്? ഇഷ്യൂ കൗണ്ടർ എന്ന് പറയുന്നത് ഏത് ഏരിയ? ഇഷ്യൂ കൗണ്ടർ ഉള്ളത് ഏത് ഏരിയയിലാണ്? പഠിച്ചതല്ലേ നമ്മള് ഫങ്ഷണൽ ഏരിയാസ്. ഇഷ്യൂ കൗണ്ടർ ഉള്ളത് ഏത് ഏരിയയിലാണ്? ഏത് ഏരിയയിലാണ്? റിസീവിംഗ് ഏരിയയിലാണോ ഇഷ്യൂ കൗണ്ടർ ഉള്ളത്? റിസീവിംഗ് ഏരിയയിലാണോ?
ഇഷ്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, വിതരണം ചെയ്യുക അല്ലെ. അപ്പൊ വിതരണം ചെയ്യുന്ന ആ ഒരു ഏരിയ അല്ലെങ്കിൽ വിതരണം ചെയ്യുന്ന കൗണ്ടർ ഉള്ള ഏത് ഏരിയയിലാ? വെരി ഗുഡ്, ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിലല്ലേ പഠിച്ചത്? ആണോ? ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിലാണ് നമ്മൾ എന്ത് പറഞ്ഞത്, അവിടെ ആ ഒരു ഇഷ്യൂ കൗണ്ടർ ഉള്ളത്. അപ്പൊ ആ ഒരു ഇഷ്യൂ കൗണ്ടർ അവിടെ നമ്മൾ പറഞ്ഞില്ലേ, ഒരു കൗണ്ടർ ഉണ്ടായിരിക്കും, അതിനൊരു വിൻഡോ ഉണ്ടാവണമെന്നൊക്കെ പഠിച്ചില്ലേ. അപ്പൊ അവിടെ ആ ഒരു ഇഷ്യൂ കൗണ്ടർ, അതായത് ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിലുള്ള ആ ഒരു ഇഷ്യൂ കൗണ്ടറിൽ നിന്നും അത് വിതരണം ചെയ്യും, CSSD ആ ഒരു ഇഷ്യൂ കൗണ്ടർ വിതരണം ചെയ്യുന്ന ആ ഒരു കൗണ്ടർ അവിടെ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. അതായത് ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ആ ഒരു CSSD ഡിപ്പാർട്ട്മെന്റിൽ അതിന്റെ ആ ഒരു ഷോർട്ട് ആക്കി നിങ്ങൾ ആ ഒരു മീനിങ് എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അതായത് CSSDയിലേക്ക് യൂസ്ഡ് ആയിട്ടുള്ള ഒരു ഐറ്റം വന്നു എന്ന് വിചാരിക്കും. ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു യൂസ്ഡ് ആയിട്ടുള്ള ഐറ്റം എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ CSSDയുടെ ആ റിസീവിംഗ് ഏരിയയിലേക്ക് കൊണ്ടു കൊടുക്കുന്നുണ്ട്. അതേസമയം തന്നെ നമുക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യാം, ആ സ്റ്റെറിലൈസ് ചെയ്ത അതേപോലത്തെ ഐറ്റം നമുക്ക് അവിടെ നിന്ന് റിസീവ് ചെയ്യാം. അതാണ് ഇവിടെ ക്ലീൻ ഫോർ ഡർട്ടി എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അതായത് ഏത് സമയത്തും യൂസ്ഡ് ആയിട്ടുള്ള ഒരെണ്ണം കൊണ്ടു കൊടുത്തിട്ട് സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള മറ്റൊരെണ്ണം എക്സ്ചേഞ്ച് ചെയ്ത് എന്ത് ചെയ്യാം, CSSD ഇഷ്യൂ കൗണ്ടറിൽ നിന്നും വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഒരു സ്റ്റെറിലൈസ്ഡ് ആർട്ടിക്കിൾ ഈസ് പ്രൊവൈഡഡ് അറ്റ് ദി CSSD ഇഷ്യൂ കൗണ്ടർ അല്ലെ. CSSD ഇഷ്യൂ കൗണ്ടറിൽ എന്താ പ്രൊവൈഡ് ചെയ്യുന്നത്, എന്താ വിതരണം ചെയ്യുന്നത്, സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ്, സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ആണ് അവിടെ വിതരണം ചെയ്യുന്നത് അല്ലെ. അപ്പൊ അവിടെ വിതരണം ചെയ്യണമെങ്കിൽ അവിടെ ഏത് സമയത്തും അത് നടക്കും. അതിന് എന്ത് ചെയ്യണം, ആദ്യം ഒരു യൂസ്ഡ് ആയിട്ടുള്ള ഒരെണ്ണം എന്ത് ചെയ്യുന്നു, ആദ്യം അവിടെ കൊണ്ടു കൊടുക്കുന്നു, ആ റിസീവിംഗ് ഏരിയയിലേക്ക്, CSSDയുടെ റിസീവിംഗ് ഏരിയയിൽ കൊണ്ടു കൊടുക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, അതിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ഈ ഇഷ്യൂ കൗണ്ടറിൽ നിന്നും എന്ത് ചെയ്യുന്നു, സ്വീകരിക്കുന്നു. അത് എപ്പോ വേണമെങ്കിലും എനി ടൈം, ഏത് സമയത്തും അത് ചെയ്യാൻ പറ്റും. അതായത് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ആ യൂസ്ഡ് ആയിട്ടുള്ളവ കൊണ്ട് കൊടുത്തിട്ട് ആ ഇഷ്യൂ കൗണ്ടറിൽ നിന്നും മറ്റൊരെണ്ണം, അതായത് സ്റ്റെറിലൈസ് ചെയ്ത അതേപോലത്തെ ഒരു ഐറ്റം നമുക്ക് എന്ത് ചെയ്യാം, സ്വീകരിക്കാം. അത് ഏത് സമയത്തും ചെയ്യാം. അതാണ് ക്ലീൻ ഫോർ ഡർട്ടി എക്സ്ചേഞ്ച് സിസ്റ്റത്തിൽ വരുന്നത്. കിട്ടിയോ ക്ലീൻ ഫോർ ഡർട്ടി എക്സ്ചേഞ്ച് സിസ്റ്റം? ക്ലിയർ ആയോ? ക്ലീൻ ഫോർ ഡർട്ടി എക്സ്ചേഞ്ച് സിസ്റ്റം നിങ്ങൾ വേറെ ഒന്നും മനസ്സിലാക്കാനില്ല. അവിടെ എന്താണ്, ഏത് സമയത്തും നമുക്ക് ഈ ഒരു എക്സ്ചേഞ്ച് നടക്കാം. എക്സ്ചേഞ്ച് ചെയ്യുന്ന എങ്ങനെയാ, നമ്മൾ ഒരെണ്ണം കൊണ്ട് കൊടുത്തിട്ട് മറ്റൊരെണ്ണം വാങ്ങിക്കുക അല്ലെ. അതല്ല എക്സ്ചേഞ്ച് ചെയ്യാന്ന് പറയുന്നത്, ഒരെണ്ണം കൊടുത്ത് മറ്റൊരെണ്ണം വാങ്ങിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതേ മീനിങ് ആണ് ഇവിടെ. ഏത് സമയത്തും ആ ഒരു എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിന് എന്ത് ചെയ്യുക, യൂസ്ഡ് ആയിട്ടുള്ള ഒരെണ്ണം നമ്മൾ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ റിസീവിംഗ് ഏരിയയിൽ കൊണ്ടു കൊടുത്തിട്ട് അവിടെ നിന്ന് സ്റ്റെറിലൈസ് ചെയ്ത ഐറ്റം, അതേ സെയിം ഐറ്റം തന്നെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ളവ എന്ത് ചെയ്യുന്നു, ഒരെണ്ണം നമ്മൾ ആ ഒരു ഇഷ്യൂ കൗണ്ടറിൽ നിന്നും വാങ്ങിക്കുന്നു. അതാണ് ക്ലീൻ ഫോർ ഡർട്ടി എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് വൺ. ക്ലിയർ ആയവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യണം കേട്ടോ, റിപ്പീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ. ഓക്കെ, ഈ ഫസ്റ്റ് വൺ എല്ലാവർക്കും ക്ലിയർ ആയോ? ക്ലിയർ ആയെങ്കിലും തമ്മിട്ട്. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് റിക്വസിഷൻ സിസ്റ്റം. റിക്വസിഷൻ സിസ്റ്റത്തില് ആർട്ടിക്കിൾസ് നീഡഡ് ആർ ഡിമാൻഡഡ് ബൈ യൂസേഴ്സ് ഓൺ ഡെയിലി or regular basis and gathered by them at a CSSD counter. പറയാണ്ടോ, ഇതൊന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒന്ന് ആദ്യം ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ റിക്വസിഷൻ സിസ്റ്റത്തിൽ എന്താ പറയുന്നത്, ആർട്ടിക്കിൾസ് നീഡഡ് ആർ ഡിമാൻഡഡ് ബൈ യൂസേഴ്സ് ഓൺ ഡെയിലി ഓർ റെഗുലർ ബേസിസ് ആൻഡ് ഗ്യാതേർഡ് ബൈ ദം അറ്റ് CSSD കൗണ്ടർ. അതായത് ഓരോ എന്താ ഡിമാൻഡഡ് ബൈ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്, ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ അല്ലെ. ഇത് ഈ ഓരോ ഐറ്റംസ് ഒക്കെ ഉപയോഗിക്കുന്ന ഓരോ ഡിപ്പാർട്ട്മെന്റുകളുടെ അവരുടെ ഡിമാൻഡ് അല്ലെങ്കിൽ അവരുടെ ആവശ്യകതകൾക്ക് അനുസരിച്ച് എന്ത് ചെയ്യാം, ആർട്ടിക്കിൾസ് അവർക്ക് ഡെയിലിയോ അല്ലെങ്കിൽ റെഗുലർ ബേസിസ്, ഡെയിലി ബേസിസിൽ അവർക്ക് എന്ത് ചെയ്യാം, CSSD കൗണ്ടറിൽ നിന്നും എന്ത് ചെയ്യാം, ഗ്യാദർ ചെയ്യാം അല്ലെങ്കിൽ കളക്ട് ചെയ്യാം. മനസ്സിലായോ? അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റുകൾക്കും ഡിപ്പാർട്ട്മെന്റിൽ വന്ന് കളക്ട് ചെയ്യുന്ന കാര്യം പറയണ്ട കേട്ടോ. അപ്പൊ ഡിപ്പാർട്ട്മെന്റ്, അതാത് ഡിപ്പാർട്ട്മെന്റുകൾ എന്തൊക്കെയാണ് അവർ ഉപയോഗിക്കുന്ന സാധനങ്ങള്, അതിനനുസരിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള ഓരോ ഐറ്റംസും അവർ എന്ത് ചെയ്യാം, ഡെയിലി അല്ലെങ്കിൽ റെഗുലർ ബേസിസിൽ അവർക്ക് ആ ഒരു CSSD കൗണ്ടറിൽ വന്ന് ഗ്യാദർ ചെയ്യാം അല്ലെങ്കിൽ കളക്ട് ചെയ്യാം, ശേഖരിക്കാം. അതാണ് റിക്വസിഷൻ സിസ്റ്റത്തിൽ വരുന്നത്.
മനസ്സിലാവുന്നുണ്ടോ? റിക്വസിഷൻ സിസ്റ്റം എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? അതായത് CSSD കൗണ്ടറിൽ നിന്ന് എന്ത് ചെയ്യുക, ആ യൂസർ ഡിപ്പാർട്ട്മെന്റിൽ യൂസ് ചെയ്യുന്ന ആ ഒരു അതാത് ഡിപ്പാർട്ട്മെന്റുകൾ ഏതാണോ അവർക്ക് അവരുടെ ആവശ്യത്തിനനുസരിച്ച് ഏതൊക്കെ ആർട്ടിക്കിൾസ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഡെയിലി വന്ന് എന്ത് ചെയ്യാം, ആ CSSD കൗണ്ടറിൽ വന്ന് ശേഖരിക്കാം അല്ലെങ്കിൽ കളക്ട് ചെയ്യാം. അതാണ് റിക്വസിഷൻ സിസ്റ്റം. കിട്ടിയോ? റിക്വസിഷൻ സിസ്റ്റം ക്ലിയർ ആയോ എല്ലാവർക്കും? റിക്വസിഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ യൂസർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ആരാണ്? അവിടെ ഉപയോഗിക്കുന്ന ആളുകൾ, ആ ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെ, ഉപയോഗിക്കുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് യൂസർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ആ ഉപയോഗിക്കുന്ന ഡിപ്പാർട്ട്മെന്റുകൾക്ക് അവരുടെ ഡിമാൻഡ് അല്ലെങ്കിൽ അവരുടെ ആവശ്യകതകൾക്കനുസരിച്ച് എന്തൊക്കെ ആർട്ടിക്കിൾസ് ആണോ, സ്റ്റെറിലൈസ് ചെയ്ത എന്തൊക്കെ ഐറ്റംസ് ആണോ അവർക്ക് വേണ്ടത്, അത് അവർക്ക് ആ ഒരു CSSD കൗണ്ടറിൽ വന്ന് ഡെയിലി ബേസിസിൽ ദിവസവും വന്ന് അവർക്ക് എന്ത് ചെയ്യാം, ദിവസേന വന്ന് കളക്ട് ചെയ്യാം അല്ലെങ്കിൽ ഗ്യാദർ ചെയ്യാം എന്നാണ് പറയുന്നത്. കിട്ടിയോ? റിക്വസിഷൻ സിസ്റ്റം ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഫസ്റ്റ് വണ്ണാണ് ഒന്നുകൂടി പറയാൻ പറഞ്ഞിരിക്കുന്നത്, ക്ലീൻ ഫോർ ഡേർട്ടി എക്സ്ചേഞ്ച്. ക്ലീൻ ഫോർ ഡേർട്ടി എക്സ്ചേഞ്ചിൽ എന്താ പറയുന്നത്? ഇവിടെ ഏത് സമയത്തും നമുക്ക് ഈ ഒരു എക്സ്ചേഞ്ച് ചെയ്യാന്നാ പറയുന്നത്. അപ്പൊ അവിടെ ഏത് സമയത്തും നമുക്കിപ്പോ പെട്ടെന്ന് രാത്രിയോ പകലോ ഒന്നുമില്ല, പെട്ടെന്ന് എവിടെയാണോ ഏത് ഡിപ്പാർട്ട്മെന്റിലാണോ എന്തെങ്കിലും ഒരു ഐറ്റം ഉപയോഗം ആവശ്യമായിട്ട് വരുന്നത് എവിടെയാണോ, അങ്ങനെ പെട്ടെന്ന് ആവശ്യമായിട്ട് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഉപയോഗിച്ച സ്റ്റെറിലൈസ്ഡ് ആവാത്ത അല്ലെങ്കിൽ യൂസ്ഡ് ആയിട്ടുള്ള ഐറ്റം എന്ത് ചെയ്യാം, ഒരെണ്ണം കൊണ്ടുവന്ന് കൊടുത്തിട്ട് മറ്റ് യൂസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ യൂസ്ഡ് ആവാത്ത സ്റ്റെറിലൈസ് ചെയ്ത ഒരെണ്ണം നമുക്ക് തിരിച്ച് വാങ്ങിച്ചു കൊണ്ടുപോകാം. അതാണ് ക്ലീൻ ഫോർ ഡേർട്ടി എക്സ്ചേഞ്ചിൽ പറയുന്നത്. അവിടെ ഇഷ്യൂസ് കൗണ്ടർ എന്ന് പറഞ്ഞാൽ ഏതാണ്? CSSDയിൽ നിന്നും സ്റ്റെറിലൈസ് ചെയ്ത ഐറ്റംസ് വിതരണം ചെയ്യുന്ന കൗണ്ടർ ആണ് ഇഷ്യൂ കൗണ്ടർ എന്ന് പറയുന്നത്. അവിടെ ആ വിതരണം ചെയ്യുന്ന കൗണ്ടറിൽ നിന്നും ആദ്യം എന്ത് ചെയ്യണം, യൂസ്ഡ് ആയിട്ടുള്ള ഐറ്റം നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും ഉപയോഗിച്ചതായിട്ടുള്ള ഒരു ഐറ്റം നമ്മൾ അവിടെ ആദ്യം എന്ത് ചെയ്യണം, റിസീവിംഗ് ഏരിയയിൽ കൊണ്ടു കൊടുക്കണം. അത് ഉപയോഗിച്ചതല്ലേ, ക്ലീൻഡ് ആക്കാത്തതല്ലേ. അപ്പൊ അത് ആ റിസീവിംഗ് ഏരിയയിൽ നമ്മൾ ഒരെണ്ണം കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യാം, സ്റ്റെറിലൈസ് ചെയ്ത് അതേ സെയിം ഐറ്റം ഒരെണ്ണം നമുക്ക് അവിടുന്ന് തിരിച്ച് ആ അതാത് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് വാങ്ങി കൊണ്ടുവരാം. അതാണ് ക്ലീൻ ഫോർ ഡേർട്ടി എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? ക്ലീൻ ഫോർ ഡേർട്ടി എക്സ്ചേഞ്ച് ക്ലിയർ ആയോ? എല്ലാവർക്കും കിട്ടിയോ? അത് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെയും ചോദിക്കുന്നേ. ഓക്കെ, സെക്കൻഡ് വൺ ക്ലീൻ നോക്കിയേ. റിക്വസിഷൻ സിസ്റ്റത്തിൽ നമ്മൾ എന്താ പറഞ്ഞേ, അവിടെ ഡെയിലി ബേസിസിൽ അല്ലെങ്കിൽ ഒരു റെഗുലർ ബേസിസിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിന് ഇപ്പൊ യൂസ് ചെയ്യുന്ന ഇതിനുള്ള എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുന്ന യൂസർ ഡിപ്പാർട്ട്മെന്റിന് അവർക്ക് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് എന്തൊക്കെയാണോ വേണ്ടത് അത് അവർക്ക് ഒരു ഡെയിലി ബേസിസിൽ ആ ഒരു CSSD കൗണ്ടറിൽ വന്ന് എന്ത് ചെയ്യാം, ഗ്യാദർ ചെയ്യാം അല്ലെങ്കിൽ ശേഖരിക്കാം. അതാണ് റിക്വസിഷൻ സിസ്റ്റം. കിട്ടിയോ? രണ്ടും ക്ലിയർ ആവാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടോ? അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യണോ? ഒന്ന് മെസ്സേജ് ചെയ്തേ. ഓക്കെ, നെക്സ്റ്റ് വൺ, തേർഡ് വൺ ആണ് ഗ്രോസറി സിസ്റ്റം. ഗ്രോസറി സിസ്റ്റത്തില് each user's demand for a specific period are delivered at suitable intervals regardless of whether the contents have been used or not. ഇവിടെ ഗ്രോസറി സിസ്റ്റത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റുകൾക്കും അവരുടെ ഡിമാൻഡിനനുസരിച്ച് അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള കുറെ ഐറ്റംസ് ഉണ്ടാവും അല്ലെ. അവരുടെ ആ ഒരു ഏരിയയുമായി ബന്ധപ്പെട്ട് കുറെ ഐറ്റംസ് അവർക്ക് എപ്പോഴും ആവശ്യമായിട്ട് വരുന്ന ഐറ്റംസ് ഉണ്ടാവും. അപ്പൊ ആ ഐറ്റംസ് ഒക്കെ എന്താണ്, ഒരു നിശ്ചിത കാലയളവിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നിന്ന് ഡെലിവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇന്റർവെൽ അല്ലെങ്കിൽ ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു ഇടവേള വെച്ച് ഒരു നിശ്ചിത കാലയളവില് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഐറ്റംസ് എന്ത് ചെയ്യുന്നുണ്ട്, കൊണ്ട് കൊടുക്കുന്നുണ്ട്, ഡെലിവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അങ്ങനെ ഡെലിവർ ചെയ്യുന്ന സമയത്ത് റിഗാർഡ്ലെസ് ഓഫ് വെദർ ദ കണ്ടന്റ്സ് ഹാവ് ബീൻ യൂസ്ഡ് ഓർ നോട്ട്, ഇപ്പൊ ആ ഒരു ഡിപ്പാർട്ട്മെന്റില് ഇതിനു മുൻപ് കൊണ്ട് കൊടുത്ത ഐറ്റംസ് അവർ ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഇവര് നോക്കില്ല. ഓക്കെ, ഇപ്പൊ നമുക്ക് എന്താണ്, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ വാങ്ങിക്കുകയാണെന്ന് വിചാരിക്കാം. അതിന് മുമ്പ് നമുക്ക് ഡെയിലി അല്ലെങ്കിൽ ഒരു മാസം ഇത്ര ഐറ്റംസ് നമുക്ക് ഒരു വ്യക്തി എന്തെങ്കിലും നമ്മളൊരു കടയിൽ പോയി എന്തെങ്കിലും ഒരു ഐറ്റം ഓർഡർ ചെയ്തു, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങള് തൊഴിൽ വാർത്ത പോലെയുള്ളതൊക്കെ വരുത്തുന്ന ഒരാളാന്ന് വിചാരിച്ചോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു ഐറ്റംസ്, അപ്പൊ എന്തെങ്കിലും ഒരു ഐറ്റം നമ്മൾ എല്ലാ മാസവും നമ്മൾ ബുക്ക് ചെയ്ത്
നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവരിപ്പോ നമ്മൾ ആ കഴിഞ്ഞ മാസം മേടിച്ച ആ ഒരു ബുക്ക് അത് നമ്മൾ വായിച്ചിട്ടാണോ അല്ലെങ്കിൽ വായിച്ചോ ഇല്ലയോ അല്ലെങ്കിൽ നമ്മളത് ഉപയോഗിച്ചോ ഇല്ലയോ എന്ന് നോക്കാറില്ലല്ലോ. അത് അടുത്ത മാസവും എന്ത് ചെയ്യും, ആ സെയിം സാധനം നമുക്ക് ആവശ്യമാണ് നമ്മൾ ബുക്ക് ചെയ്ത് അല്ലെങ്കിൽ ഓർഡർ ചെയ്ത ആ ഒരു എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യും, വരും അല്ലെ. ഇപ്പൊ എന്തെങ്കിലും പലചരക്ക് സാധനങ്ങളുടെ കേസ് തന്നെ എടുത്തോ, നമ്മൾ എല്ലാ മാസവും ഒരു കടയിൽ നിന്ന് ഇത്ര ഐറ്റംസ് നമ്മൾ അവരുടെ ലിസ്റ്റ് ഓൾറെഡി അവർ കൊടുത്തിട്ടുണ്ട്. അവരോട് പറയാണ് ഇന്ന ഐറ്റംസ് എല്ലാ മാസവും ഇത്രാം തീയതി നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് എത്തണം എന്ന് പറയുന്നത്. അതവരെന്താ ചെയ്യാ, അത് മാത്രമേ ശ്രദ്ധിക്കുള്ളൂ അല്ലെ. അവരെല്ലാ മാസവും ആ കറക്റ്റ് ദിവസം ആ പറഞ്ഞിരിക്കുന്ന ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ഐറ്റവും നമ്മുടെ വീട്ടിലെത്തിക്കും. ഇനി അങ്ങനെ എത്തിക്കുമ്പോ അവർ ചോദിക്കാറുണ്ടോ കഴിഞ്ഞ മാസത്തെ എല്ലാ ഐറ്റവും നിങ്ങൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടില്ലേ എന്ന് ചോദിക്കാറില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഇവിടെയും. എന്താണ്, ഇവിടെ ഒരു നിശ്ചിത കാലയളവില് അവരുടെ ആ യൂസർ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസ് എന്ത് ചെയ്യും, വിതരണം ചെയ്യും. ഈ CSSD ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഓരോ യൂസർ ഡിപ്പാർട്ട്മെന്റുകളിലേക്കും വിതരണം ചെയ്യും. അപ്പോ എന്താ ചെയ്യുന്നത്, അവിടെ വിതരണം ചെയ്യുന്ന സമയത്ത് അവരോട് ചോദിക്കാറില്ല അവർ ഉപയോഗിച്ചിട്ടുണ്ടോ, അതിനു മുൻപ് കൊടുത്ത ഐറ്റംസ് അവർ ഉപയോഗിച്ചോ ഇല്ലയോ എന്ന് നോക്കാതെ എല്ലാ മാസവും ഒരു നിശ്ചിത അല്ലെങ്കിൽ ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ അവർക്ക് എന്ത് ചെയ്യും, അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസും ഈ CSSD ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഡെലിവർ ചെയ്ത് കൊടുക്കുന്നു. അതാണ് ഗ്രോസറി സിസ്റ്റം എന്ന് പറയുന്നത്. കിട്ടിയോ? ഗ്രോസറി സിസ്റ്റം ക്ലിയർ ആവുന്നുണ്ടോ? ഗ്രോസറി സിസ്റ്റത്തിൽ എന്താന്ന് പറയുന്നത്, നമ്മുടെ ആ ഒരു നിശ്ചിത കാലയളവ് അല്ലെങ്കിൽ ഒരു നിശ്ചിത ഇടവേളകൾ എടുത്തുകൊണ്ട് ഓരോ യൂസർ ഡിപ്പാർട്ട്മെന്റുകളിലേക്കും എന്ത് ചെയ്യുന്നു, അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എത്തിച്ചു നൽകുന്നുണ്ട് അല്ലെങ്കിൽ വിതരണം ചെയ്യുന്നുണ്ട് ഈ CSSD ഡിപ്പാർട്ട്മെന്റിൽ നിന്ന്. ഇനി ആ CSSD ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഓരോ ഐറ്റംസും വിതരണം ചെയ്യുന്ന സമയത്ത് അവിടെ അവർ അതിന് മുൻപ് കൊടുത്ത ഐറ്റംസ് ഉപയോഗിച്ചതാണോ ഇല്ലയോ എന്നുള്ളത് അവിടെ ചെക്ക് ചെയ്യാറില്ല. അതാണ് ഗ്രോസറി സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മുടെ പലചരക്ക് സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കുന്ന സമയം അങ്ങനെ തന്നെയല്ലേ. പലചരക്ക് സാധനങ്ങൾ ഇപ്പൊ ഓരോ മാസവും നമ്മൾ ഒരു ബില്ലിട്ട് അല്ലെങ്കിൽ ഇത്ര ലിസ്റ്റ് ഇട്ട് നമ്മൾ കൊടുത്തേക്കാണ്, ഇന്ന സാധനങ്ങൾ ഇന്ന മാസം ഞങ്ങളുടെ വീട്ടിലേക്ക് എല്ലാ മാസവും ഇത്രാം തീയതി വന്ന എന്നുള്ള രീതിയിൽ നമ്മൾ അവർക്ക് ഓൾറെഡി പറഞ്ഞ് അവരോട് ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യും, എല്ലാ മാസവും നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ കറക്റ്റ് ലിസ്റ്റിലുള്ള ഐറ്റംസ് എല്ലാം അത്ര എമൗണ്ട് എത്രയാണോ എന്നുള്ളതൊക്കെ നമുക്ക് പറഞ്ഞ് അന്ന് കൊണ്ടുതന്ന് എത്ര അളവിൽ വേണം ആ ലിസ്റ്റിനനുസരിച്ച് കറക്റ്റ് ആയിട്ട് കൊണ്ടുവന്ന് തരും അല്ലെ. അപ്പൊ അത് ഓരോ മാസവും നമുക്ക് അങ്ങനെ കറക്റ്റ് ദിവസം അവരിത് കൊണ്ടുതരുന്നുണ്ട്. അത് അവർ കൊണ്ടുവന്ന സമയത്ത് അവർ ചോദിക്കാറുണ്ടോ കഴിഞ്ഞ മാസം കൊണ്ടുവന്ന ഐറ്റം എല്ലാം നിങ്ങൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടില്ലേ എന്നുള്ളത് ചോദിക്കാറില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഇവിടെ. എന്താണ്, ഓരോ യൂസർ ഡിപ്പാർട്ട്മെന്റുകളിലേക്കും നിശ്ചിത കാലയളവില് ഇവിടെ CSSD ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അവർക്ക് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഡെലിവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഡെലിവർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അവരത് മുൻപ് കൊടുത്തിരിക്കുന്ന ഐറ്റംസ് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കാറില്ല. കിട്ടിയോ? ഗ്രോസറി സിസ്റ്റം ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ ലാസ്റ്റ് വൺ ആണ് ക്വാട്ട സിസ്റ്റം. ക്വാട്ട സിസ്റ്റത്തിൽ എന്താ പറയുന്നത് നോക്കിയേ. Pre-arranged stock levels of different items for each user unit are maintained by delivery personnel from CSSD through frequent deliveries. ഇവിടെ ക്വാട്ട സിസ്റ്റത്തില് പ്രീ അറേഞ്ച്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് ലെവൽ ഓഫ് ഡിഫറെന്റ് ഐറ്റംസ്. അതായത് പ്രീ അറേഞ്ച്ഡ് എന്ന് പറഞ്ഞാൽ എന്താ, മുൻകൂട്ടി ക്രമീകരിച്ചിട്ടുള്ള ഒരു സ്റ്റോക്ക് ലെവല്. ഒരു സ്റ്റോക്ക് നമ്മൾ മുൻകൂട്ടി എന്ത് ചെയ്യണം, അവർക്ക് ഇന്ന ഐറ്റംസ് ആണ് വേണ്ടത് എന്നുള്ള രീതിയിൽ ഒരു മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള അല്ലെങ്കിൽ മുൻകൂട്ടി ക്രമീകരിച്ചിട്ടുള്ള ഒരു സ്റ്റോക്ക് ലെവല് എന്ത് ചെയ്യുന്നു, നമ്മൾ ഉണ്ടാക്കുന്നു. അങ്ങനെ സ്റ്റോക്ക് ലെവലില് അവർക്ക് ആവശ്യമായിട്ടുള്ള ഡിഫറെന്റ് ഐറ്റംസ് ഉൾപ്പെടുത്തി പലതരത്തിലുള്ള ഐറ്റംസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മുൻകൂട്ടി ക്രമീകരിച്ച ഒരു സ്റ്റോക്ക് ലെവൽ ഉണ്ടാക്കുകയും അത് ഓരോ യൂസർ യൂണിറ്റുകൾക്കും എന്ത് ചെയ്യുന്നു, അവിടെ ഡെലിവറി പേഴ്സണൽസ് ഈ CSSD ഡിപ്പാർട്ട്മെന്റിലുള്ള ഡെലിവറി ചെയ്യുന്ന സ്റ്റാഫുകൾ ഉണ്ടല്ലോ, അവര് കൃത്യമായിട്ട് അത് എന്ത് ചെയ്യും, കൃത്യമായിട്ടുള്ള ഇടവേളകളില് അല്ലെങ്കിൽ കൃത്യമായിട്ട് അല്ലെങ്കിൽ പതിവായിട്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഡെലിവറി ചെയ്യുന്നുണ്ട്. അപ്പൊ അത് അവരുടെ ആ ഒരു മുൻകൂട്ടി നിശ്ചയിച്ചിട്ട്, അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റുകളും അവർക്ക് ഇന്ന ഐറ്റംസ് ആണ് വേണ്ടത് അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്റ്റോക്ക് ഇന്നതാണ് അവർക്ക് വേണ്ടത് അല്ലെങ്കിൽ ഇന്നതൊക്കെ അവർക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ടെന്ന് മുൻകൂട്ടി അറിയിക്കുന്നതനുസരിച്ച് അതിനനുസരിച്ച് ഡിഫറെന്റ് ഐറ്റംസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രീ അറേഞ്ച്ഡ് മുൻകൂട്ടി ക്രമീകരിച്ചിട്ടുള്ള സ്റ്റോക്കുകളാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. അല്ലാതെ അവിടെ എന്ത് ചെയ്യുന്നില്ല,
അവർക്ക് ആവശ്യമില്ലാത്ത ഐറ്റംസ് ഒന്നും അല്ല കൊടുക്കുന്നത്. അവരുടെ എന്തൊക്കെയാണ് അവരുടെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലും തീർന്നിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് അവർക്ക് വേണ്ടത് എന്നുള്ളത് മുൻകൂട്ടി മനസ്സിലാക്കി അതിനനുസരിച്ച് മുൻകൂട്ടി ക്രമീകരിച്ച് വെച്ചിട്ടുള്ള ഓരോ സ്റ്റോക്കും എന്ത് ചെയ്യുന്നു, അതാത് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് പതിവായിട്ട് എന്ത് ചെയ്യുന്നു, ഈ CSSD-യിൽ നിന്നും ഡെലിവറി ചെയ്യുന്നുണ്ട്. ഡെലിവറി പേഴ്സണൽസ് അവിടെ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെതായ സ്റ്റാഫുകൾ ഉണ്ടാവുമല്ലോ, അവരെന്ത് ചെയ്യുന്നു, മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള അങ്ങനെയുള്ള ക്രമീകരിച്ചിട്ടുള്ള ഓരോ സ്റ്റോക്കുകളും അതാത് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് എന്ത് ചെയ്യുന്നു, ഫ്രീക്വന്റ് ആയിട്ട് അല്ലെങ്കിൽ പതിവായിട്ട് ഡെലിവറി ചെയ്ത് കൊടുക്കുന്നു. അതാണ് ക്വാട്ട സിസ്റ്റം എന്ന് പറയുന്നത്. Pre-arranged stock levels of different items for each user unit are maintained by delivery personnel from CSSD through frequent deliveries. അത് പതിവായിട്ടുള്ള ഡെലിവറീസിലൂടെ അവിടെ CSSD-യിൽ നിന്നും അവിടുത്തെ ഡെലിവറി പേഴ്സണൽസ് ഡെലിവറി സ്റ്റാഫുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അതാത് യൂസർ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് മാത്രം. അപ്പൊ അവരുടെ ആ ഒരു അവിടുത്തെ സ്റ്റോക്കിൽ എന്തൊക്കെയാണ് കുറവുള്ളത്, അവിടുത്തെ എന്തൊക്കെയാണ് അവർക്ക് ആവശ്യമായിട്ട് വരുന്നത്, അല്ലെങ്കിൽ അവിടെ അവർ ഉപയോഗിക്കാത്ത ഐറ്റംസ് ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഉപയോഗിക്കാത്ത ഐറ്റംസ് എല്ലാം അവർ ഉപയോഗിച്ച് തീരാറായിട്ടുള്ള സ്റ്റോക്ക് തീരാറായിട്ടുള്ള ഐറ്റംസിന്റെ ഒക്കെ ലിസ്റ്റ് മുൻകൂട്ടി നൽകിയ ലിസ്റ്റ് അനുസരിച്ച് അതിനനുസരിച്ചുള്ള ഒരു മുൻകൂട്ടി ക്രമീകരിച്ചിട്ടുള്ള ഒരു സ്റ്റോക്ക് ലെവലിന് അതിനനുസരിച്ചുള്ള ആ ഒരു സ്റ്റോക്ക് ആയിരിക്കും ഇവിടെ എന്ത് ചെയ്യുന്നത്, ഡെലിവറി സ്റ്റാഫുകൾ CSSD ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പതിവായിട്ട് അവർക്ക് എന്ത് ചെയ്ത് കൊടുക്കുന്നത്, ഡെലിവറി ചെയ്ത് വിതരണം ചെയ്ത് നൽകുന്നത്. അതാണ് ക്വാട്ട സിസ്റ്റം എന്ന് പറയുന്നത്. കിട്ടിയോ ക്വാട്ട സിസ്റ്റം? ക്ലിയർ ആയോ? ഓക്കെ, ഇതിൽ 4 എണ്ണത്തിലും ഡൗട്ട്സ് ആർക്കെങ്കിലും എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യണോ? ഏതെങ്കിലും ഒരെണ്ണം റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടോ? അത് 4ഉം ക്ലിയർ ആയോ? ഓക്കെ, ആ 4 എണ്ണത്തിന്റെയും ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പൊ അതെങ്ങനെയായിരിക്കും ചോദിക്കുക, ആ സെയിം സെന്റൻസ് തന്നെ കൊടുത്തിരിക്കും. ഇപ്പൊ ക്ലീൻ ഫോർ ഡേർട്ടി എക്സ്ചേഞ്ചിനോടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ഡാഷ് ഇസ് എ CSSD distribution system. A sterilized article is provided at the CSSD issue counter in exchange for a used one at any time. ഇത് ഏത് CSSD ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ വരുന്നതാണ് എന്നുള്ള രീതിയിൽ ആ സെയിം സെന്റൻസ് കൊടുത്തിട്ട് അതിനനുസരിച്ച് ഇത് ഏതിൽ വരുന്ന അല്ലെങ്കിൽ ഏത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ വരുന്നതാണ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ഭാഗത്ത് നിന്ന് ഉണ്ടാവാറ് കേട്ടോ. ആ 4 എണ്ണവും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഭാഗത്തേക്ക് പൊയ്ക്കോട്ടെ. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗ്. അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതായിട്ടുള്ള എന്താണ് മോണിറ്ററിംഗ് അല്ലെങ്കിൽ നിരീക്ഷണങ്ങൾ അല്ലെ. നമ്മള് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് വെരിഫൈ ഒക്കെ പഠിക്കാറില്ലേ ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ ചെയ്യുമ്പോഴും. അതായത് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നിന്ന് ഉറപ്പ് വരുത്തേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ അവര് മേൽനോട്ടം വഹിച്ച് നേതൃത്വം നൽകി ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ ഇവിടെയും അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ട നിരീക്ഷണങ്ങൾ, അവരെന്തൊക്കെ കാര്യങ്ങൾക്കാണ് മോണിറ്റർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ മേൽനോട്ടം വഹിച്ച് അവരതിന്റെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ നോക്കിയേ, വർക്ക് പ്രാക്ടീസസ് മസ്റ്റ് ബി ഓവർസീൻ. വർക്ക് പ്രാക്ടീസസ് അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. വർക്ക് പ്രാക്ടീസസ് മസ്റ്റ് ബി ഓവർസീൻ. വർക്ക് പ്രാക്ടീസ് എന്താണ്, അവരുടെ ആ ഒരു തൊഴിൽപരമായിട്ടുള്ള പരിശീലനങ്ങൾ എന്ത് ചെയ്യുക, ഓവർസീൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, മേൽനോട്ടം വഹിക്കുക. അത് തൊഴിൽപരമായിട്ടുള്ള ആ ഒരു CSSD ഡിപ്പാർട്ട്മെന്റിലെ തൊഴിൽപരമായിട്ടുള്ള ജീവനക്കാരുണ്ടല്ലോ അവരുടെ ആ ഒരു തൊഴിൽപരമായിട്ടുള്ള എല്ലാ ട്രെയിനിങ്ങുകൾ അല്ലെങ്കിൽ പരിശീലനങ്ങളും, പ്രാക്ടീസ് എന്ന് പറഞ്ഞ പരിശീലനങ്ങൾ അല്ലെ, അവരുടെ തൊഴിൽപരമായിട്ടുള്ള പരിശീലനങ്ങളിൽ എന്ത് ചെയ്യുക, മേൽനോട്ടം വഹിക്കുക. അതാരാണ് ചെയ്യുന്നത്, അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കാര്യമാണ്. നെക്സ്റ്റ് വൺ ആണ് റിട്ടൺ പോളിസീസ് procedures must be strictly followed by all personnel responsible and accountable for sterilizing and disinfecting items and for handling sterile supplies. ഇപ്പൊ ഇവിടെ രണ്ടാമതായിട്ട് പറയുന്ന, ആദ്യം പറഞ്ഞ എന്ത് കാര്യമാണ്, അവിടുത്തെ ആ ഒരു ജീവനക്കാരുടെ തൊഴിൽപരമായിട്ടുള്ള പ്രാക്ടീസ് അല്ലെങ്കിൽ ആ തൊഴിൽപരമായിട്ടുള്ള പരിശീലനങ്ങളിൽ
മേൽനോട്ടം വഹിക്കുക. രണ്ടാമത്തെ കാര്യം പറയുന്നത് എന്താ, ഇവിടെ ആ ഒരു CSSD ഡിപ്പാർട്ട്മെന്റില് അവർക്ക് ചില റിട്ടൺ ആയിട്ടുള്ള പോളിസീസും പ്രൊസീജിയേഴ്സും ഉണ്ടായിരിക്കും. അവരുടെ ചില നയങ്ങളും നടപടിക്രമങ്ങളും എഴുതി വെച്ചപ്പെട്ട എന്താണ് നയങ്ങളും നടപടിക്രമങ്ങളും ആ CSSD ഡിപ്പാർട്ട്മെന്റിന്റെ അതെങ്ങനെയാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾ, ഓരോ കാര്യങ്ങളും നടക്കേണ്ടത്, പ്രൊസീജിയർ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പോളിസീസും പ്രൊസീജിയേഴ്സും ഒക്കെ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ അതൊക്കെ കറക്റ്റ് ആയിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തായിരിക്കണം അവിടുത്തെ ഓരോ ജീവനക്കാരും എന്ത് ചെയ്യേണ്ടത്, സ്റ്റെറിലൈസേഷനും ഡിസ്ഇൻഫെക്ഷനും അതുപോലെയുള്ള മറ്റ് സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ഈ അവിടെ ആ CSSDയുമായി ബന്ധപ്പെട്ടുള്ള പോളിസീസും പ്രൊസീജിയേഴ്സും വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പാലിച്ചിരിക്കണം. അതിന് റെസ്പോൺസിബിൾ ആയിട്ടിരിക്കുന്ന വ്യക്തികൾ ആരാണ്, അവിടുത്തെ ആ ഒരു വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകളും അതിന് ഉത്തരവാദികളാണ്. അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ പേഴ്സണൽസ് അല്ലെങ്കിൽ സ്റ്റാഫുകളും എങ്ങനെയാണ് ഇവിടെയുള്ള ആ ഒരു അവരുടെ ആ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള നയങ്ങളും നടപടിക്രമങ്ങളും, അതാണ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് പറയുന്നത്. ആ പോളിസിയും പ്രൊസീജിയറും ഈ ഒരു CSSD ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട എല്ലാ പോളിസീസും പ്രൊസീജിയേഴ്സും കൃത്യമായി പാലിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, അവിടെ ഏതൊരു ഐറ്റം വന്നാലും അതിനെ ഡിസ്ഇൻഫെക്റ്റിംഗ് ചെയ്യുന്ന സമയത്ത്, സ്റ്റെറിലൈസേഷൻ ചെയ്യുന്ന സമയത്ത്, അതുപോലെ തന്നെ സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ഇവിടെ പറഞ്ഞിരിക്കുന്ന കൃത്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ടായിരിക്കണം ആ ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കാനായിട്ട്. അപ്പൊ അത് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഉത്തരവാദിത്തോടുകൂടി ഈ ഒരു പോളിസി പ്രൊസീജിയർ ചെയ്യേണ്ടത് ആരാണ്, അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകളും അതിന് ഉത്തരവാദികളാണ്. അവർ ഇതിന്റെ കറക്റ്റ് ആയിട്ട് അത് ഫോളോ ചെയ്തുകൊണ്ട് മാത്രമേ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് ആരാണ്, അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തു നിന്നുള്ള ഒരു കാര്യമാണ്. അതാണ് രണ്ടാമതായിട്ട് പറഞ്ഞത്. റിട്ടൺ പോളിസീസ് പ്രൊസീജിയേഴ്സ് മസ്റ്റ് ബി സ്ട്രിക്ട്ലി ഫോളോ ചെയ്യണം. ആരാണ് അതിന് ഉത്തരവാദിത്തമുള്ള ആളുകൾ, ആരാണ് അത് ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള ആളുകൾ, ആരാ, അവിടെയുള്ള സ്റ്റാഫുകളാണ്. ആൻഡ് അക്കൗണ്ടബിൾ ഫോർ സ്റ്റെറിലൈസിംഗ് ആൻഡ് ഡിസ്ഇൻഫെക്റ്റിംഗ് ഐറ്റംസ്. എന്തിനൊക്കെ ഉത്തരവാദിത്തമുള്ളവരായിരിക്കണം, ആ കറക്റ്റ് ആയിട്ടുള്ള പോളിസിയും പ്രൊസീജിയറും ഉപയോഗിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യണം, അവിടെ വരുന്ന ഓരോ ഐറ്റംസിനെയും സ്റ്റെറിലൈസേഷൻ ചെയ്യണം, ഡിസ്ഇൻഫെക്റ്റിംഗ് ചെയ്യണം. അതുപോലെ തന്നെ സ്റ്റെറിലൈസ് ചെയ്ത ഓരോ സാധനങ്ങളും ഹാൻഡിൽ ചെയ്യുന്ന സമയത്തും ഈ പറയുന്ന പോളിസിയും പ്രൊസീജിയേഴ്സും വളരെ കൃത്യമായിട്ട് പാലിച്ചിരിക്കണം. അതിനെ മോണിറ്റർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതിനെ നിരീക്ഷിക്കേണ്ടത്, ഇവിടെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കേണ്ടത് അഡ്മിനിസ്ട്രേറ്റീവിന്റെ ഭാഗത്തു നിന്നുള്ള കാര്യമാണ്. നെക്സ്റ്റ് നോക്കി, ഇഫ് സ്റ്റെറിലിറ്റി cannot be attained or maintained, the system has failed എന്നാണ് കേട്ടോ. ഇഫ് സ്റ്റെറിലിറ്റി, അവിടെ ആ ഒരു സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു അണുനശീകരണം എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് അറ്റൈൻ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ആ ഒരു സിസ്റ്റം എന്താ എന്ന് പറയാൻ നമുക്ക് ഫെയിൽഡ് ആയിരിക്കുന്നു എന്ന് പറയാൻ പറ്റും അല്ലെ. സ്റ്റെറിലൈസേഷൻ പ്രോപ്പർ ആയിട്ട് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം നമ്മൾ ആ ഫോളോ ചെയ്തിരിക്കുന്ന ആ ഒരു പ്രൊസീജിയർ, ആ ഒരു സിസ്റ്റം തെറ്റാണ് അല്ലെ. അതേസമയം സ്റ്റെറിലൈസേഷൻ, അവിടെ വരുന്ന എല്ലാ ഐറ്റംസും കൃത്യമായ രീതിയിൽ സ്റ്റെറിലൈസ് ചെയ്ത് വിടാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഫോളോ ചെയ്യുന്ന ആ ഒരു സിസ്റ്റം, ആ ഫോളോ ചെയ്യുന്ന ഓരോ പ്രൊസീജിയറും വളരെ മികച്ചതാണ് അല്ലെങ്കിൽ വളരെ ശരിയാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇവിടെ സ്റ്റെറിലിറ്റി അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ നടന്നിട്ടില്ല എങ്കിൽ അവിടെ എന്താ ചെയ്യാൻ പറ്റുന്നത്, എന്താ പറയാൻ പറ്റുന്നത്, ആ ഒരു സിസ്റ്റം ഫെയിൽഡ് ആണ് അല്ലെ. ആ ഒരു സിസ്റ്റം വളരെ തെറ്റായിരുന്നു, നമ്മൾ ആ ഫോളോ ചെയ്ത കാര്യങ്ങൾ തെറ്റാണെന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗിന്റെ ആ ഒരു അത്രയും സെന്റൻസ്, അത്രയും ഭാഗം ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് പറയുന്ന പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മോണിറ്റർ ചെയ്യണം അല്ലെ. അവര് നിരീക്ഷിക്കേണ്ട അല്ലെങ്കിൽ അവരുടെ നിരീക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഇതിൽ പറയുന്ന ഇത്രയും പോയിന്റ്സ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചാൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ നമ്മൾ ആ ഒരു സ്റ്റെറിലൈസേഷൻ പ്രോസസ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റെറിലൈസ്ഡ് ഏരിയയിൽ നടക്കുന്ന എല്ലാ പ്രൊസീജിയേഴ്സും ഉൾപ്പെടുന്നുണ്ട്. അതൊരു ജസ്റ്റ് ഓരോ പോയിന്റ് ആയിട്ട് പറയുന്നു എന്ന് മാത്രം. അപ്പൊ നമ്മൾ ആ ഓരോ ഏരിയയിലും ഫങ്ഷണൽ ഏരിയയിലൊക്കെ ഓരോ കാര്യങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞില്ലേ, ഓരോ ഏരിയയിലും ഇന്ന കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളുടെയും ഓരോരോ പോയിന്റ്സ് വരുന്നുണ്ട്. അപ്പൊ അവിടെ എല്ലാം ഈ ഒരു അഡ്മിനിസ്ട്രേഷന്റെ ഒരു നിരീക്ഷണം ഉണ്ടായിരിക്കും. അവരുടെ ആ ഒരു നിരീക്ഷണം അല്ലെങ്കിൽ അവരുടെ ആ ഒരു മോണിറ്ററിംഗിന് കീഴിലായിരിക്കും ഇങ്ങനെയുള്ള എല്ലാ ആക്ടിവിറ്റീസും നടക്കുന്നത് ഈ CSSD ഡിപ്പാർട്ട്മെന്റിൽ. അതാണ് പറയുന്നത് കേട്ടോ. നോക്കിയേ, ഫസ്റ്റ് വൺ, ഡീകണ്ടാമിനേറ്റിംഗ് terminally sterilization
ആൻഡ് ക്ലീനിങ് ഓൾ റീയൂസബിൾ ഐറ്റംസ് ഓഫ് ഡിസ്പോസിബിൾ ഐറ്റംസ്. ഡിസ്പോസിബിൾ ഐറ്റം എന്താ, നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉപേക്ഷിക്കുന്ന ഡിസ്പോസിബിൾ ആക്കുന്ന ഐറ്റംസ് ആണ് അല്ലെ. അങ്ങനെയുള്ള ഡിസ്പോസിബിൾ ആക്കുന്ന ഐറ്റംസിനുള്ളിൽ നിന്നും റീയൂസബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടെങ്കിൽ, അത് പിന്നീട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഐറ്റംസ് ഉണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യുക, കളക്ട് ചെയ്ത് ക്ലീനിങ് ചെയ്യുക. ക്ലീൻ ചെയ്ത് അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഡികണ്ടാമിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതെന്ത് ചെയ്യുക, ടെർമിനൽ എന്ന് പറഞ്ഞ അവസാനമായി ഒന്നും കൂടി എന്ത് ചെയ്യുക, സ്റ്റെറിലൈസേഷൻ നടത്തുക. അതിന് മോണിറ്റർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതിനെ നിരീക്ഷിക്കേണ്ടത്, അതിന് മേൽനോട്ടം വഹിക്കേണ്ടത് ആരാണ്, അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തു നിന്നാണ്. ഡിസ്പോസിബിൾ ചെയ്യാൻ പോകുന്ന ഐറ്റംസ് നമുക്കത് ആവശ്യമില്ല അല്ലെ, നമുക്കത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഐറ്റംസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് ഡിസ്പോസ് ചെയ്യാനായിട്ട് ഇടും അല്ലെ. അപ്പൊ അങ്ങനെ ഡിസ്പോസ് ചെയ്യാനായിട്ട് ഇടുന്ന ഐറ്റംസ് നമുക്ക് അതിനുള്ളിൽ എന്തെങ്കിലും റീയൂസ് ചെയ്യാൻ, അതായത് വീണ്ടും നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസ് ഉണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യണം, ക്ലീൻ ചെയ്യുക. അതുപോലെ തന്നെ അതിനെ ഡീകണ്ടാമിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ അവസാനമായിട്ട് ഒന്നുകൂടി എന്ത് ചെയ്യണം, സ്റ്റെറിലൈസേഷനിലോട്ട് വിട്ടിട്ട് അതിനെന്ത് ചെയ്യുക, പിന്നെ വീണ്ടും നമുക്ക് എന്തെങ്കിലും രീതിയിൽ വീണ്ടും അത് ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസ് ഉണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യുക, ഉപയോഗിക്കുക എന്നുള്ളതാണ് അഡ്മിനിസ്ട്രേഷൻ മോണിറ്ററിംഗിൽ ആദ്യമായിട്ട് CSST യുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യം. ഡീകണ്ടാമിനേറ്റിംഗ്, terminally sterilization and cleaning all reusable items of disposable items. ഡിസ്പോസ് ചെയ്യാൻ വെച്ചിരുന്ന ഐറ്റംസിൽ എന്തെങ്കിലും റീയൂസബിൾ ആയിട്ടുള്ള ഐറ്റംസ് അല്ലെങ്കിൽ പിന്നീട് ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ റീയൂസ് ചെയ്തയക്കാം. ഇപ്പൊ പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെയാണ്, നമുക്ക് ചിലതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്ത് അയക്കാൻ പറ്റും അല്ലെ, നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ റീയൂസബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവയൊക്കെ ഉണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യുക, കളക്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് അതെന്ത് ചെയ്യുക, ഡീകണ്ടാമിനേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവസാനമായി ഒന്നുകൂടി എന്ത് ചെയ്യുക, സ്റ്റെറിലൈസേഷനിലൂടെ കടത്തിവിടുക എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ് പറയുന്നത്. രണ്ടാമത്തെ എന്താ പറയുന്നത്, പാക്കിംഗ് ആൻഡ് ലേബലിംഗ് ഓഫ് ഐറ്റംസ്. ഇവിടെ വരുന്ന സ്റ്റെറിലൈസേഷന് വേണ്ടി വരുന്ന എല്ലാ ഐറ്റംസും പാക്ക് ചെയ്യുമ്പോഴും ലേബൽ ചെയ്യുന്ന സമയത്തൊക്കെ ആരുടെ നിരീക്ഷണത്തിലായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആരാണ് അതിന്റെയൊക്കെ മേൽനോട്ടം വഹിക്കേണ്ടത്, അല്ലെങ്കിൽ നേതൃത്വം, അവർ ആ ഒരു മോണിറ്ററിംഗ് അവരുടെ അവിടെ ഉണ്ടായിരിക്കണം. അവരുടെ ആ ഒരു അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തു നിന്ന് ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പാക്കിംഗ് ആൻഡ് ലേബലിംഗ്, ഓരോ ഐറ്റംസും പാക്ക് ചെയ്യുമ്പോഴും അത് ലേബൽ ചെയ്യുന്ന സമയത്തൊക്കെ അവിടെ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തു നിന്ന് ഒരു നിരീക്ഷണം ഉണ്ടായിരിക്കണം. മൂന്നാമതായിട്ട് പറഞ്ഞ എന്താണ്, ലോഡിംഗ് അൺലോഡിംഗ് ദ സ്റ്റെറിലൈസർ. സ്റ്റെറിലൈസറിലോട്ട് ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ഐറ്റംസും എന്ത് ചെയ്യുന്നു, സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് ലോഡ് ചെയ്യും അല്ലെ. സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് ആ ചേമ്പറിനുള്ളിൽ വെച്ച് നമ്മൾ സ്റ്റെറിലൈസേഷന് വേണ്ടി വയ്ക്കും. അതിനുശേഷം അൺലോഡ് ചെയ്യണം അല്ലെ. സ്റ്റെറിലൈസേഷന്റെ ആ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റെറിലൈസിംഗ് ചേമ്പറിൽ നിന്നും സ്റ്റെറിലൈസ്ഡ് ആയിട്ട് വന്നിരിക്കുന്ന ഓരോ ഐറ്റംസ് എന്ത് ചെയ്യണം, അൺലോഡിങ് ചെയ്യണം, പുറത്തേക്ക് എടുക്കണം അല്ലെ. അപ്പൊ ആ ലോഡിങ്ങും അൺലോഡിങ്, സ്റ്റെറിലൈസർ എന്ന് പറയുന്ന ആ ഒരു എക്യുപ്മെന്റിലേക്കുള്ള ഐറ്റംസിനെ ലോഡ് ചെയ്യുന്നതും അതിന് തിരിച്ചതിൽ നിന്ന് അൺലോഡ് ചെയ്ത് എടുക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നിരീക്ഷിക്കണം. നാലാമത്തെ പോയിന്റ് നോക്കിയേ, ഓപ്പറേറ്റിംഗ് ദ സ്റ്റെറിലൈസർ. അപ്പൊ സ്റ്റെറിലൈസറുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻസ്, അവിടെ ആ ഒരു പ്രവർത്തനങ്ങൾ നടക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുക. നെക്സ്റ്റ് വരുന്നതാണ് ഡിസ്പ്ലേയിങ് ആൻഡ് കീപ്പിംഗ് റെക്കോർഡ്സ് ഓഫ് ഈച്ച് സൈക്കിൾ. സ്റ്റെറിലൈസേഷൻ സൈക്കിൾ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സ്റ്റെറിലൈസേഷൻ നടക്കുന്ന ആ പ്രൊസീജിയർ നടക്കുമ്പോൾ എന്തൊക്കെയാണ് അവിടെ ആ ഒരു സ്റ്റെറിലൈസേഷൻ സൈക്കിളിൽ ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവിടുത്തെ ആ ഒരു ടെമ്പറേച്ചർ എത്രയാണ്, അവിടുത്തെ ആ ഒരു പ്രഷർ വേരിയേഷൻ എത്രയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്ത് കീപ്പ് ചെയ്യുകയും അത് ഡിസ്പ്ലേ ചെയ്യുക അല്ലെങ്കിൽ പ്രദർശിപ്പിക്കുകയും വേണം. അപ്പൊ അതിനൊക്കെ മോണിറ്റർ ചെയ്യണം, അതിനെയൊക്കെ നിരീക്ഷിക്കേണ്ടത് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തു നിന്നുള്ളൊരു ജോലിയാണ് കേട്ടോ. ഡിസ്പ്ലേയിങ് ആൻഡ് കീപ്പിംഗ് റെക്കോർഡ്സ് ഓഫ് ഈച്ച് സൈക്കിൾ. അവിടെ സ്റ്റെറിലൈസേഷൻ നടക്കുന്ന ആ ഒരു സൈക്കിള് എപ്പോഴും എന്ത് ചെയ്യുക, ആ സ്റ്റെറിലൈസേഷൻ നടക്കുന്ന ആ ഒരു സൈക്കിളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യുകയും അതിനെ ഡിസ്പ്ലേ ചെയ്യുകയും പ്രദർശിപ്പിക്കുകയും ചെയ്യുക. നെക്സ്റ്റ് വന്നാണ് അഡ്ഹറിംഗ് ടു സേഫ്റ്റി മെഷേഴ്സ് ആൻഡ് പ്രിവെന്റീവ് മെയിന്റനൻസ് പ്രോട്ടോകോൾ. അവിടുത്തെ ആ ഒരു സുരക്ഷാ നടപടിക്രമങ്ങൾ അല്ലെ, ഈ ഒരു CSST ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് കുറെ സുരക്ഷാ നടപടിക്രമങ്ങളൊക്കെ നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അവിടെ ആ സുരക്ഷാ നടപടിക്രമങ്ങളും അതുപോലെ തന്നെ പ്രതിരോധ മെയിന്റനൻസ്, പ്രിവെന്റീവ് മെയിന്റനൻസ് പ്രോട്ടോകോൾ, പ്രതിരോധപരമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ നടപടിക്രമങ്ങളും പ്രോട്ടോകോളുകളൊക്കെ കൃത്യമായിട്ട് പാലിക്കുക. അതാണ് അഡ്ഹറിംഗ് എന്ന് പറഞ്ഞാൽ പാലിക്കുക അല്ലെങ്കിൽ
അല്ലെങ്കിൽ പിന്തുടരുക എന്നുള്ള മീനിങ് ആണ് കേട്ടോ. അഡ്ഹറിംഗ് ടു സേഫ്റ്റി മെഷേഴ്സ് ആൻഡ് പ്രിവെന്റീവ് മെയിൻ്റനൻസ് പ്രോട്ടോകോൾ. അവിടെ ആ ഒരു സുരക്ഷയുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ പ്രതിരോധ നടപടികളുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും എല്ലാ പ്രോട്ടോകോൾസും കൃത്യമായ രീതിയിൽ പാലിക്കുന്നുണ്ടോ അല്ലെങ്കിൽ പിന്തുടരുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് വൺ ആണ് സ്റ്റോറിംഗ് ഓഫ് സ്റ്റെറൈൽ ഐറ്റംസ്. അതുപോലെ സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞു വരുന്ന ഓരോ ഐറ്റംസും കൃത്യമായിട്ട് സ്റ്റോർ ചെയ്ത് വളരെ ക്ലീൻ ആയിട്ടുള്ള ഏരിയയിലാണോ കൃത്യമായിട്ടാണോ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, അതിനുള്ള അതും നിരീക്ഷിക്കുക. നെക്സ്റ്റ് വൺ ആണ് ഹാൻഡ്ലിംഗ് സ്റ്റെറൈൽ ഐറ്റംസ് റെഡി ഫോർ യൂസ്. സ്റ്റെറൈൽ ആയിട്ടുള്ള ഐറ്റംസ്, അതായത് പെട്ടെന്ന് റെഡി ആയിട്ടുള്ളത്, ഉപയോഗത്തിന് വളരെ റെഡി ആയിട്ടുള്ള അല്ലെങ്കിൽ ഉപയോഗത്തിന് എന്താണ് തയ്യാറായിട്ടുള്ള എല്ലാ സ്റ്റെറൈൽ ഐറ്റംസും ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള എന്താണ് പ്രോട്ടോകോൾ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ പാലിച്ചുകൊണ്ടാണോ അത് ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തണം. നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് ആണ് മേക്കിംഗ് സ്റ്റെറൈൽ ട്രാൻസ്ഫർ ടു എ സ്റ്റെറൈൽ ഫീൽഡ്. എന്താണ്, നമ്മൾ സ്റ്റെറിലൈസ് ചെയ്ത ഓരോ ഐറ്റംസും ആ സ്റ്റെറിലൈസ് ചെയ്ത ഒരു ഏരിയയിലേക്ക് തന്നെയാണ് കൊടുക്കേണ്ടത് അല്ലെ. അതേസമയം സ്റ്റെറിലൈസ് ചെയ്ത ഒരു ഐറ്റം നമ്മുടെ സ്റ്റെറൈൽ അല്ലാത്ത ഒരു ഫീൽഡിലേക്ക് കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നിന്ന് ആ ഒരു ഏരിയയിൽ നിന്നും കണ്ടാമിനേറ്റഡ് ആവാനായിട്ടുള്ള സാധ്യതയുള്ളത് കൊണ്ട് തന്നെ സ്റ്റെറിലൈസ് ചെയ്ത ഓരോ ഐറ്റംസും സ്റ്റെറിലൈസ് ചെയ്ത ഫീൽഡിലേക്ക് അല്ലെങ്കിൽ സ്റ്റെറൈൽ ആയിട്ടുള്ള സ്റ്റെറിലൈസേഷൻ നടത്തിയിട്ടുള്ള ഏരിയകളിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അതും ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പൊ ഇവിടെ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നിന്ന് മോണിറ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ നിരീക്ഷിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ പറഞ്ഞേ? ഫസ്റ്റ് വൺ പറഞ്ഞ എന്താ, ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഐറ്റംസിൽ നിന്ന് റീയൂസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതായിട്ടുള്ള ഐറ്റംസ് ഉണ്ടെങ്കിൽ അതിനെ ക്ലീൻ ചെയ്യുക, ഡികണ്ടാമിനേഷന് വേണ്ടിയിട്ട് സ്റ്റെറിലൈസേഷൻ നടത്തുക. രണ്ടാമതായിട്ട് പറഞ്ഞ എന്താ, ആ ഓരോ ഐറ്റംസും അവിടെ വരുന്ന സ്റ്റെറിലൈസേഷന് വരുന്ന ഓരോ ഐറ്റംസും പാക്ക് ചെയ്യുമ്പോഴും ലേബൽ ചെയ്യുമ്പോഴും മോണിറ്ററിംഗ് നടത്തുക. നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞ എന്താ, ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ദി സ്റ്റെറിലൈസർ. ആ സ്റ്റെറിലൈസറിലേക്ക് ഐറ്റംസ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ഐറ്റംസും സ്റ്റെറിലൈസേഷന് വേണ്ടി ലോഡ് ചെയ്യുമ്പോഴും അത് ആ പ്രോസസ്സ് കഴിഞ്ഞ് തിരിച്ച് റീലോഡ് അല്ലെങ്കിൽ അൺലോഡിംഗ് ചെയ്യുന്ന സമയത്തും അതിനെ എന്ത് ചെയ്യുക, നിരീക്ഷിക്കുക. നെക്സ്റ്റ് വൺ ആണ് ഓപ്പറേറ്റിംഗ് ദ സ്റ്റെറിലൈസർ. സ്റ്റെറിലൈസറിന്റെ ആ ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ ആ ഒരു സൈക്കിള്, ആ ഒരു പ്രൊസീജിയർ അവിടെ നടക്കുന്ന ആ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ആവുന്ന സമയം, എന്താ ആ പ്രവർത്തനം നടക്കുന്ന സമയം എല്ലാം എന്ത് ചെയ്യുക, ആ ഒരു അതിന്റെ ഒരു കൺട്രോൾ ആരുടെ കയ്യിൽ ഉണ്ടായിരിക്കണം, അഡ്മിനിസ്ട്രേഷൻ അത് നിയന്ത്രിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഡിസ്പ്ലേയിങ് ആൻഡ് കീപ്പിംഗ് റെക്കോർഡ്സ് ഓഫ് ഈച്ച് സൈക്കിൾ. അവിടെ സ്റ്റെറിലൈസേഷൻ സൈക്കിളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യുക, അതുപോലെ തന്നെ ഡിസ്പ്ലേ ചെയ്യുക അല്ലെങ്കിൽ പ്രദർശിപ്പിക്കുക. Then adhering to safety measures and preventive maintenance protocol. അവരുടെ ആ ഒരു സുരക്ഷയുമായി ബന്ധപ്പെട്ടും പ്രതിരോധപരമായിട്ടുമുള്ള എല്ലാ നടപടിക്രമങ്ങളും കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ പ്രോട്ടോകോൾസും കൃത്യമായ രീതിയിൽ പരിപാലിക്കുക അല്ലെങ്കിൽ പിന്തുടരുക. നെക്സ്റ്റ് വൺ ആണ് സ്റ്റോറിംഗ് ഓഫ് സ്റ്റെറൈൽ ഐറ്റംസ്. സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള ഐറ്റംസ് എന്ത് ചെയ്യുക, കൃത്യമായ രീതിയിൽ ക്ലീൻഡ് ആയിട്ടുള്ള ഏരിയയിലൊക്കെയാണോ സ്റ്റോർ ചെയ്യുന്നത് എന്ന് മോണിറ്റർ ചെയ്യുക. നെക്സ്റ്റ് വൺ പറഞ്ഞ എന്താ, ഹാൻഡ്ലിംഗ് സ്റ്റെറൈൽ ഐറ്റംസ് റെഡി ഫോർ യൂസ്. ഇപ്പൊ എന്താണ്, പെട്ടെന്ന് ഉപയോഗിക്കാനായിട്ട് റെഡി ആയിരിക്കുന്ന എല്ലാ സ്റ്റെറൈൽ ഐറ്റംസും നല്ല ശരിയായ രീതിയിൽ അത് കൃത്യമായ രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യവും മോണിറ്റർ ചെയ്യുക. ലാസ്റ്റ് പോയിന്റ് പറഞ്ഞ എന്താ, സ്റ്റെറൈൽ ആയിട്ടുള്ള ഐറ്റംസ് ഒരു സ്റ്റെറൈൽ ആയിട്ടുള്ള ഫീൽഡിലേക്ക് അല്ലെങ്കിൽ സ്റ്റെറിലൈസ് ചെയ്ത ഒരു ഏരിയയിലേക്ക് തന്നെയാണോ പോകുന്നത് എന്നുള്ളതും കൂടി ഉറപ്പുവരുത്തുക. ഇത്രയും പോയിന്റ്സ് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നിന്ന് നിരീക്ഷിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. അവിടെ ആ ഒരു CSD ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട എല്ലാ പോയിന്റ്സും ഉൾപ്പെടുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു CSD ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ആരുടെ ഒരു നിയന്ത്രണവും കൂടി ഉണ്ടായിരിക്കും, അവിടെ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തു നിന്നുള്ള ഒരു നിരീക്ഷണവും അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ടാവും. അപ്പൊ CSDയിലെ എല്ലാ കാര്യങ്ങളിലും ആ ഒരു അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തു നിന്ന് ഒരു എന്ത് ചെയ്യണം, അവരുടെ ഒരു നിരീക്ഷണവും അവരുടെ ആ ഒരു എന്താണ് നടപടിക്രമങ്ങളും അവരുടെ ആ ഒരു കാര്യങ്ങളും ഒരു നിയന്ത്രണം ഒക്കെ ഉണ്ടായിരിക്കണം. അതാണ് അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗിൽ വരുന്നത്. ക്ലിയർ ആയോ ആ പോയിന്റ്സ് എല്ലാം? ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ CSSD മാനേജർ ഓർ ഇൻചാർജ്. ആ ഒരു CSSD മാനേജർ അല്ലെങ്കിൽ ഒരു ഇൻചാർജ്, CSSD ഇൻചാർജ് ആയിട്ടുള്ളവരാണ് മാനേജർ അല്ലെ. രണ്ടും ഉണ്ട്, CSSD മാനേജർ ഓർ
ഇൻചാർജ് എന്നാണ് പറയുന്നത്. അവരുടെ ജോബ് റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്? വളരെ കുറച്ച് പോയിന്റ്സ് പറഞ്ഞുള്ളൂ. നോക്കിയേ, ഫസ്റ്റ് പോയിന്റ് എന്താ നോക്കിയേ, ഓവറോൾ സൂപ്പർവിഷൻ ഓഫ് ദ CSST ഡിപ്പാർട്ട്മെന്റിന്റെ ഓവറോൾ എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള ഒരു സൂപ്പർവിഷൻ അല്ലെങ്കിൽ മേൽനോട്ടം വഹിക്കുക. CSST ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ മൊത്തത്തിൽ അതിനെ എന്ത് ചെയ്യുക, സൂപ്പർവൈസ് ചെയ്യുക അല്ലെങ്കിൽ മേൽനോട്ടം വഹിക്കേണ്ട ആളെന്ന് പറയുന്നത് ആരാണ്? CSST മാനേജർ അല്ലെങ്കിൽ ഇൻചാർജ് ആയിട്ടുള്ള വ്യക്തിയാണ്. നെക്സ്റ്റ് വരും നോക്കി, ഡിസ്പ്ലേയിങ് ദ സ്റ്റെറിലൈസേഷൻ പ്രോസസ്. അവിടെ ആ സ്റ്റെറിലൈസേഷൻ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിന്റെ ആ ഒരു സൈക്കിൾ എന്ത് ചെയ്യുക, അവിടെ ടെമ്പറേച്ചർ എത്രയാണ് കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്ര സമയമാണ് അതിനെടുക്കുന്നത്, എത്രയാണ് അവിടുത്തെ പ്രഷർ, ഹ്യൂമിഡിറ്റി വേരിയേഷൻസ് എത്രയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്യുക അല്ലെങ്കിൽ പ്രദർശിപ്പിക്കുക. നെക്സ്റ്റ് പോയിന്റ് നോക്കി, സൂപ്പർവൈസിങ്, ഗൈഡിങ് ആൻഡ് ട്രെയിനിങ് സ്റ്റാഫ്. അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ ജീവനക്കാരെയും സൂപ്പർവൈസ് ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും മേൽനോട്ടം വഹിക്കുക. അവർക്ക് ആവശ്യമായിട്ടുള്ള ഗൈഡിങ് എന്താണ്, മാർഗനിർദ്ദേശങ്ങൾ നൽകുക. അതുപോലെ തന്നെ ട്രെയിനിങ്ങുകൾ കൊടുക്കുക. CSST മാനേജറുടെ ജോലിയിൽ വരുന്ന കാര്യമാണ് കേട്ടോ പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഡയറക്ടിങ് ദ ഡ്യൂട്ടി റോസ്റ്റർ ആൻഡ് റെക്കോർഡ്സ്. ഡ്യൂട്ടി റോസ്റ്റർ എന്ന് പറഞ്ഞാൽ ജോലി സമയ വിവര പട്ടികകളാണ് കേട്ടോ ഡ്യൂട്ടി റോസ്റ്റർ എന്ന് പറയുന്നത്. അതായത് ഓരോ സ്റ്റാഫുകളും അവർക്ക് എന്തൊക്കെ ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അവർ എത്ര സമയം മുതൽ എത്ര സമയം വരെയാണ് ഡ്യൂട്ടി ചെയ്യേണ്ടത്, എന്തൊക്കെ ജോലികളാണ് അവർക്ക് നൽകിയിട്ടുള്ളത്, എന്തൊക്കെ ജോലിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള എല്ലാ റെക്കോർഡുകളും എന്ത് ചെയ്യുക, കീപ്പ് ചെയ്യുക. അതിനുള്ള എല്ലാ നിർദ്ദേശങ്ങളും നൽകുക. അതാണ് ഡയറക്ടിങ് ദ ഡ്യൂട്ടി റോസ്റ്റർ ആൻഡ് റെക്കോർഡ്സ്. ഡ്യൂട്ടി റോസ്റ്റർ എന്ന് പറഞ്ഞാൽ ജോലി സമയ വിവര പട്ടികകൾ. അതുമായി ബന്ധപ്പെട്ട് അവരുടെ ജോലി, അവരുടെ എന്തൊക്കെ ഡ്യൂട്ടി അല്ലെങ്കിൽ എന്തൊക്കെ ജോലിയാണ് അവർ ചെയ്യേണ്ടത്, ഇത് എത്ര സമയം മുതൽ എത്ര സമയം വരെയാണ് അവർ ചെയ്യേണ്ടത്, അവർ നമുക്കൊരു ഡ്യൂട്ടി ടൈം ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റെക്കോർഡുകൾക്ക്, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും നിർദ്ദേശങ്ങൾ നൽകുക. ആരുടെ ഡ്യൂട്ടിയിൽ വരുന്നതാണ് അല്ലെങ്കിൽ ആരുടെ റെസ്പോൺസിബിലിറ്റി വരുന്നതാണ്? CSST മാനേജറുടെ റെസ്പോൺസിബിലിറ്റി വരുന്നതാണ്. നെക്സ്റ്റ് വൺ എന്താ, അലോട്ടിംഗ് റിസോഴ്സസ്. എന്താ അലോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, അനുവദിക്കുക. എന്ത് ചെയ്യുക, റിസോഴ്സസ്. അതായത് ഇവിടെ എന്താണ്, ആ ഒരു CSST ഡിപ്പാർട്ട്മെന്റിൽ ചിലപ്പോ എന്തെങ്കിലും മെഷീൻസ് പോലെയുള്ള മറ്റു ഉപകരണങ്ങളുടെ ആവശ്യകതകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ അതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് അനുവദിക്കുക. അതാണ് റിസോഴ്സസിൽ വരുന്നത് എല്ലാം ഉണ്ട്. അതായത് അവിടെ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സോ മറ്റെന്തോ ആവാം. അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റാഫുകളും അവരുടെ ആ ഒരു റിസോഴ്സിലുള്ള ആളുകളാണ്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പുതിയ ഉപകരണങ്ങൾ കൊണ്ടുവന്ന് അതല്ലാതെ പ്രവർത്തിക്കാനായിട്ട് എത്ര ആളുകൾ അല്ലെങ്കിൽ എത്ര സ്റ്റാഫുകൾ ആവശ്യമായിട്ട് വരുന്നുണ്ടോ അങ്ങനെയുള്ള എല്ലാ വിഭവങ്ങളും അവിടെ എന്ത് ചെയ്യുക, അനുവദിക്കുക. ആ ഒരു CSST ഡിപ്പാർട്ട്മെന്റ് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആര് അനുവദിക്കേണ്ട, ഈ ഒരു CSST മാനേജർ അല്ലെങ്കിൽ ഇൻചാർജ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമാണ്. മെഷീൻസിന്റെ ഉപയോഗം അല്ലെങ്കിൽ പുതിയ മെഷീൻസ് ആണ് ആവശ്യമായിട്ട് വരുന്നതെങ്കിൽ അത് അനുവദിക്കുക. അതുപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള സ്റ്റാഫുകളെയൊക്കെ അനുവദിച്ചു നൽകുക. നെക്സ്റ്റ് വൺ ആണ് കോസ്റ്റ് കൺട്രോൾ മെഷേഴ്സ് ടു സ്ക്രൂട്ടിനൈസ് ആൻഡ് ഡിക്രീസ് ദ നമ്പർ ഓഫ് സൈക്കിൾസ്. അവിടെ കോസ്റ്റ് കൺട്രോൾ അല്ലെങ്കിൽ അവിടെ ഒരു ചിലവ് എന്ത് ചെയ്യുക, നിയന്ത്രണ നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ ചിലവ് നിയന്ത്രണ പ്രവർത്തനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് സ്ക്രൂട്ടിനൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, സൂക്ഷ്മ പരിശോധനകൾ നടത്തി അവിടുത്തെ ആ ഒരു സ്റ്റെറിലൈസ് ചെയ്യുന്ന ആ ഒരു സൈക്കിളിന്റെ നമ്പർ കുറച്ചു കൊണ്ടുവരികയും അതിനനുസരിച്ച് അവിടുത്തെ എന്ത് ചെയ്യുക, സൂക്ഷ്മ പരിശോധനകൾ നടത്തി അവിടുത്തെ ആ ഒരു കോസ്റ്റ് കൺട്രോൾ മെഷർ അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു ചിലവിനെ എന്ത് ചെയ്യുക, നിയന്ത്രിക്കുന്ന രീതിയിലുള്ള നടപടിക്രമങ്ങൾ ചെയ്യുക. അതാരാ ചെയ്യേണ്ടത്? CSST മാനേജർ ആണ്. ഏതൊരു ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും അവിടുത്തെ ഒരു ചിലവ് നിയന്ത്രണം അല്ലെ, അവിടെ അധികം ചെലവുകളൊന്നും ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു സൂക്ഷ്മ പരിശോധനകൾ നടത്തി അതിനനുസരിച്ച് കോസ്റ്റ് കൺട്രോൾ മെഷേഴ്സ് അല്ലെങ്കിൽ ചിലവ് ചുരുക്കുന്ന അല്ലെങ്കിൽ ചിലവ് നിയന്ത്രണം എന്താണ് നടപടിക്രമങ്ങൾ പാലിക്കുക. അതാരാണ് ചെയ്യേണ്ടത്? ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ് CSST മാനേജറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. ലാസ്റ്റ് വൺ ആണ് ഇൻവെന്ററി മാനേജ്മെന്റ് ഓഫ് സപ്ലൈസ് ആൻഡ് കൺസ്യൂമബിൾസ്. അവിടുത്തെ ഉപയോഗ വസ്തുക്കൾ ഉണ്ടല്ലോ, ഉപഭോഗ വസ്തുക്കളും മറ്റു ഐറ്റംസിന്റെ ഒക്കെ ഒരു വിവര പട്ടികകൾ എന്ത് ചെയ്യുക, മാനേജ് ചെയ്യുക. അതും ആരുടെ ജോബ് റെസ്പോൺസിബിലിറ്റി വരുന്നതാ? CSST മാനേജറുടെ ജോബ് റെസ്പോൺസിബിലിറ്റി വരുന്നതാണ്. ഇതൊക്കെയാ പറഞ്ഞേ. ഫസ്റ്റ് വൺ എന്താ പറഞ്ഞേ? CSST മാനേജർ, CSST ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ മൊത്തത്തില് അവിടെ എന്ത് ചെയ്യുക, സൂപ്പർവൈസ് ചെയ്യുക അല്ലെങ്കിൽ മേൽനോട്ടം വഹിക്കേണ്ട വ്യക്തി എന്ന് പറയുന്നത് CSST മാനേജർ ആണ്. രണ്ടാമതായി പറഞ്ഞ എന്താ? സ്റ്റെറിലൈസേഷൻ
സ്റ്റെറിലൈസേഷൻ പ്രോസസ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റെറിലൈസേഷൻ സൈക്കിൾ നടക്കുന്ന സമയത്ത് ആ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ആ ഒരു പ്രോസസ്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഡിസ്പ്ലേ ചെയ്യുക അല്ലെങ്കിൽ പ്രദർശിപ്പിക്കുക. മൂന്നാമതായിട്ട് പറയുന്നത് എന്താണ്? അവിടുത്തെ വർക്ക് ചെയ്യുന്ന ഓരോ ജീവനക്കാരുടെയും ജോലിയുമായി ബന്ധപ്പെട്ട് അവരെ മേൽനോട്ടം വഹിക്കുക, അവർക്ക് ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുക, അതുപോലെ തന്നെ ട്രെയിനിങ്ങുകൾ അല്ലെങ്കിൽ പരിശീലനങ്ങൾ നൽകുക. നെക്സ്റ്റ് പറഞ്ഞത് എന്താ? ഡയറക്റ്റിംഗ് ദ ഡ്യൂട്ടി റോസ്റ്റർ ആൻഡ് റിപ്പോർട്ട്സ്. അവരുടെ ഓരോ ജീവനക്കാരുടെയും ജോലി എന്താണ്, ഏത് സമയം, ഡ്യൂട്ടി ടൈം എത്രയാണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും അതുമായി ബന്ധപ്പെട്ട എല്ലാ റിപ്പോർട്ട്സും എന്ത് ചെയ്യുക, കീപ്പ് ചെയ്യാനുള്ള നിർദ്ദേശങ്ങളും നൽകുക. നെക്സ്റ്റ് വണ്ണാണ് അലോട്ടിംഗ് റിസോഴ്സസ്. എന്തനുവദിക്കുക? അവർക്ക് വിഭവങ്ങൾ അല്ലെങ്കിൽ റിസോഴ്സ് എന്ന് പറയുന്ന വിഭവങ്ങൾ അല്ലെ, അതായത് അവിടെ ഉപയോഗിക്കുന്ന അവിടെ പുതിയതായിട്ട് അവർക്ക് എന്തെങ്കിലും എക്യുപ്മെന്റ്സ് ആവശ്യമായിട്ട് വരുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റാഫുകളുടെ എണ്ണം അവിടെ കൂട്ടണമെന്നുണ്ടെങ്കിലോ സ്റ്റാഫുകളെ ആവശ്യമായിട്ട് വരുന്നുണ്ടെങ്കിലോ അങ്ങനെ ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട എല്ലാ ആവശ്യകതകളും കണ്ടറിഞ്ഞ് അവർക്ക് അതിനുള്ള റിസോഴ്സുകൾ അനുവദിക്കുക. നെക്സ്റ്റ് വൺ എന്താ പറയുന്നത്? കോസ്റ്റ് കൺട്രോൾ മെഷേഴ്സ് ടു സ്ക്രൂട്ടിനൈസ് ആൻഡ് ഡിക്രീസ് ദ നമ്പർ ഓഫ് സൈക്കിൾസ്. അവിടെ ഓരോ സ്റ്റെറിലൈസേഷൻ സൈക്കിളിന്റെയും നമ്പറുകൾ കുറച്ചുകൊണ്ട് അവിടെ സൂക്ഷ്മ പരിശോധനകൾ നടത്തി അവിടെ എന്ത് ചെയ്യുക, ചിലവ് ചുരുക്കുന്ന അല്ലെങ്കിൽ ചിലവ് കൺട്രോൾ ചെയ്യുന്ന, ചിലവുകൾ നിയന്ത്രിക്കുന്ന രീതിയിലുള്ള മെഷേഴ്സ് അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ ആര് പാലിച്ചിരിക്കണം? CSSD മാനേജർ കൊണ്ടുവരിക. അങ്ങനെയുള്ള ചിലവ് ചുരുക്കി അല്ലെങ്കിൽ ചിലവ് നിയന്ത്രണ കാര്യങ്ങൾ കൊണ്ടുവരേണ്ടത് CSSD മാനേജർ ആണ്. നെക്സ്റ്റ് വൺ, ലാസ്റ്റ് വൺ ആണ് ഇൻവെന്ററി മാനേജ്മെന്റ് ഓഫ് സപ്ലൈസ് ആൻഡ് കൺസ്യൂമബിൾസ്. അവിടെയുള്ള ഉപഭോഗ വസ്തുക്കളും മറ്റ് സാധനങ്ങളുടെ ഒക്കെ എന്ത് ചെയ്യുക, ആ ഒരു വിവര പട്ടികകൾ, അതാണ് ഇൻവെന്ററി മാനേജ്മെന്റ്. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ വിവര പട്ടികകൾ എന്ത് ചെയ്യുക, മാനേജ് ചെയ്യേണ്ടതും ആരുടെ ജോബ് റെസ്പോൺസിബിലിറ്റി വരുന്നതാണ്? CSSD മാനേജർ അല്ലെങ്കിൽ ഇൻചാർജിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. നമ്മുടെ ഇത്രയും കൊണ്ട് നമ്മുടെ ആ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ജോബ് റെസ്പോൺസിബിലിറ്റീസ് ക്ലിയർ ആയോ? സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് മനസ്സിലാക്കി വെച്ച് പഠിച്ചാൽ മതി കേട്ടോ. ഇതിങ്ങനെയുള്ള ഭാഗത്തു നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരുന്ന ആ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ഏതാണ് അല്ലെങ്കിൽ എന്താണ് ഇതിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ വരുള്ളൂ കേട്ടോ. അപ്പൊ ഇതിന്റെ പോയിന്റ്സ് വെച്ച് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റുന്നതുള്ളൂ. അപ്പൊ നമ്മുടെ ചാപ്റ്റർ CSSD എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. അപ്പൊ ഇന്നെടുത്ത ഭാഗത്ത് ആർക്കെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് എന്നാ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്താം ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട്. നോട്ട്സ് എടുത്തേന്ന്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സൈസ് ആൻഡ് ലൊക്കേഷൻ ഓഫ് CSSD. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. സൈസ് ആൻഡ് ലൊക്കേഷൻ ഓഫ് CSSD. സൈസ് ആൻഡ് ലൊക്കേഷൻ ഓഫ് CSSD differs differs the size and location of CSSD differs according to size and location of CSSD differs according to dash. Size and location of CSSD differs according to dash. എന്താണ് അതിന്റെ ആൻസർ? സൈസ്. വെരി ഗുഡ്. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അല്ലെ. ഹോസ്പിറ്റൽ മാനേജ്മെന്റിനനുസരിച്ച് ആണ് CSSDയുടെ സൈസും ലൊക്കേഷനും ഒക്കെ എന്താവും, വ്യത്യാസം വരാം അല്ലെ. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആണ് ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. Expand SSI. Expand SSI. Expand SSI. Expand SSI. Expand SSI. ക്യാപിറ്റൽ ലെറ്ററിലാണ് കേട്ടോ. SSI. എന്താണ് SSI എന്ന് പറഞ്ഞാല്? സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ അല്ലെ. SSI എന്ന് പറഞ്ഞാൽ എന്താ? സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ, തേർഡ് ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് എ മെഷീൻ. Dash is a machine which is used for. Dash is a machine
dash is a machine which is used for cleaning surgical tools. Dash is a machine which is used for cleaning surgical tools. Which is a dash is a machine which is used for cleaning surgical tools. ഏതാ മെഷീൻ? മെഷീന്റെ പേരെന്താ? സർജിക്കൽ ടൂൾസ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. വെരി ഗുഡ്. അൾട്രാസോണിക് വാഷർ അല്ലെ? അൾട്രാസോണിക് വാഷർ മെഷീൻ ആണ് സർജിക്കൽ ടൂൾസ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ഫ്ലാഷ് സ്റ്റെറിലൈസർ എന്തിനു വേണ്ടിയിട്ടാണ്? ഫ്ലാഷ് സ്റ്റെറിലൈസർ എന്താ? ഓപ്പറേഷൻ തിയേറ്ററിൽ എമർജൻസി പർപ്പസുകൾക്ക് വേണ്ടിയിട്ട് ടൂൾസ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതൊന്ന് ഓരോന്നും ആരോ മാർക്ക് ചെയ്തിട്ടാണ് ഫങ്ഷണൽ ഏരിയാസ് പറയുന്നത് കേട്ടോ. റിസീവിംഗ് ഏരിയ ഒരു ആരോ ഇട്ടിട്ട് എഴുതുക. നെക്സ്റ്റ് ഒരു ആരോ ഇട്ടിട്ട് എഴുതിയാൽ മതി കേട്ടോ. താഴേക്കോ അല്ലെങ്കിൽ നേരെയോ നിങ്ങൾ അങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യം പോലെ എഴുതിപ്പോ. റിസീവിംഗ് ഏരിയ കഴിഞ്ഞ ഒരു ആരോ ഇട്ട് എഴുതുക. ക്ലീനിങ് ഏരിയ. ഓക്കെ, റിസീവിംഗ് ഏരിയ ഒരു ആരോ ഇട്ട് എഴുതുക. നെക്സ്റ്റ് എഴുതുക ക്ലീനിങ് ഏരിയ. അത് കഴിഞ്ഞ് ഒരു ആരോ ഇട്ട് എഴുതുക പാക്കിംഗ് ഏരിയ. റിസീവിംഗ് ഏരിയ ആരോ ഇട്ടിട്ട് ക്ലീനിങ് ഏരിയ. ക്ലീനിങ് ഏരിയയിൽ നിന്നും ഒരു ആരോ ഇട്ടിട്ട് പാക്കിംഗ് ഏരിയ. പാക്കിംഗ് ഏരിയയിൽ നിന്നും ഒരു ആരോ ഇടുക. അത് കഴിഞ്ഞ് ഒരു ഡാഷ് ഇടുക. ഓക്കെ, അത് കഴിഞ്ഞ് ഒരു ആരോ ഇട്ട് എഴുതുക സ്റ്റോറേജ് ഏരിയ. റിസീവിംഗ് ഏരിയ അത് കഴിഞ്ഞ ഒരു ആരോ ഇട്ട് ക്ലീനിങ് ഏരിയ എഴുതി. ക്ലീനിങ് ഏരിയ കഴിഞ്ഞ ഒരു ആരോ ഇട്ടിട്ട് അര മാർക്കിട്ട് പാക്കിംഗ് ഏരിയ എഴുതി. പാക്കിംഗ് ഏരിയ കഴിഞ്ഞ് ഒരു അര മാർക്കിട്ടതിന് ശേഷം ഡാഷ് എഴുതുക. അതിനുശേഷം ഒരു അര മാർക്കിട്ടതിന് ശേഷം എന്ത് ചെയ്യുക? സ്റ്റോറേജ് ഏരിയ എഴുതുക. അപ്പൊ ആ ഒരു ഡാഷ് ഇട്ട ഏരിയയിൽ ഏത് ഏരിയ വരുന്നേ? ആ ഒരു ഓർഡർ കറക്റ്റ് ആയിട്ട് വെരി ഗുഡ്. സ്റ്റെറിലൈസിംഗ് ഏരിയ അല്ലെ? സ്റ്റെറിലൈസേഷൻ ഏരിയ അല്ലെങ്കിൽ സ്റ്റെറിലൈസിംഗ് ഏരിയ ആണ് വരുന്നത്. ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട് കേട്ടോ. സ്റ്റെറിലൈസിംഗ് അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ ഏരിയ. ഇപ്പൊ എത്ര ക്വസ്റ്റ്യൻസ് ആയി? 4 ക്വസ്റ്റ്യൻസ് ആണോ ആയത്? 4 ക്വസ്റ്റ്യൻസ് അല്ലേ ആയത്? ഓക്കെ, ഫിഫ്ത് ക്വസ്റ്റ്യൻ. Which of the following is a function of CSST? Which of the following is a function of CSST? Which of the following is a function of CSST? Which of the following is a function of CSST? Okay, option A എഴുതുക. To supply sterilized materials. Option A, to supply sterilized materials. To supply sterilized materials. To supply sterilized materials. Okay, option B, to avoid duplication of expensive equipments. 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 Option C, to exhibit and impose. Option C, to exhibit and impose control. Option C, to exhibit and impose control necessary to avert avert cross infection. Option C, to exhibit and impose control necessary to avert cross infection. Okay, option D, all of the above. Option D, all of the above. Okay, that's the question. Which of the following is a
ഫംഗ്ഷൻ ഓഫ് CSSD. വെരി ഗുഡ്. ഓപ്ഷൻ ഡി ആണ് അല്ലെ, ഓൾ ഓഫ് ദി എബോവ്. ആ മുകളിൽ പറഞ്ഞ 3 ഓപ്ഷൻസും എന്താണ്, നമ്മുടെ ആ ഒരു CSSDയിലെ ഫംഗ്ഷനിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, അപ്പൊ ഓപ്ഷൻസ് എല്ലാവർക്കും ക്ലിയർ ആയോ? ഓപ്ഷൻ ഏതാ പറഞ്ഞേ? ടു സപ്ലൈ സ്റ്റെറിലൈസ്ഡ് മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്നു. ബി പറഞ്ഞത് എന്താ? ടു അവോയ്ഡ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എക്സ്പെൻസീവ് എക്യുപ്മെന്റ്സ്. തേർഡ് പറഞ്ഞ സി, ഓപ്ഷൻ സി പറഞ്ഞത് ഏതാണ്? ടു എക്സിബിറ്റ് ആൻഡ് ഇമ്പോസ് കൺട്രോൾ നെസസറി ടു അവോയ്ഡ് ക്രോസ് ഇൻഫെക്ഷൻ. ഓക്കെ, SSID എന്താ? സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. ഓക്കെ, അപ്പൊ 5 ക്വസ്റ്റ്യൻസ് കിട്ടിയല്ലോ. അപ്പൊ 5 ക്വസ്റ്റ്യൻസ് ഇപ്പൊ എടുക്കുള്ളൂ, ബാക്കി മോക്ക് ടെസ്റ്റ് ഇട്ടേക്കാട്ടോ. അപ്പൊ അതിലെ എല്ലാ ക്വസ്റ്റ്യൻസും ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻസും ആൻസേഴ്സും കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ 5 ക്വസ്റ്റ്യൻസിലും? PDF-ല് മിസ്റ്റേക്ക് ഉണ്ടോ? അപ്പൊ അതായത് എന്തെങ്കിലും പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും കേട്ടോ. സർജിക്കൽ എന്നാണ് കേട്ടോ, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ എന്നാണ് കേട്ടോ, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. ഓക്കെ ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്റർ നമ്മുടെ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് ചാപ്റ്റർ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു നിങ്ങളോട് മോർച്ചറി സർവീസ് ആണ്. അപ്പൊ മോർച്ചറി സർവീസ് നിങ്ങളുടെ 24 ആണോ കിടക്കുന്നത്? ചാപ്റ്റർ നമ്പർ 24 ആണോ മോഡ്യൂൾ വൈസ് കിടക്കുന്നത്? ഓക്കെ, അതിലെ നമ്പേഴ്സ് ആംബുലൻസ് സർവീസിന്റെ നമ്പർ കിടക്കുന്ന, ആംബുലൻസ് സർവീസിന്റെ നമ്പർ എപ്പോഴാണ് കിടക്കുന്നത്? മോർച്ചറി ആംബുലൻസ് സർവീസിന്റെ നമ്പർ 28 ആണ്. ഓക്കെ, 28. അപ്പൊ നിങ്ങളുടെ 28 ആണ് കിടക്കുന്നത്. ആംബുലൻസ് സർവീസസ് ആണ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാൻ പോകുന്ന പുതിയ ചാപ്റ്റർ. നോട്ട്സ് ഇല്ലാത്തവർ ഒന്ന് കയ്യിൽ കരുതിക്കാം കേട്ടോ. ഓക്കെ, അതിൽ ബാക്കി ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റിന് ഇട്ടേക്കാം കേട്ടോ, CSSD-യിലെ. ഇപ്പൊ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്തോട്ടെ. എടുക്കുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങള് കൃത്യമായിട്ട് പഠിച്ചു പോകുന്നുണ്ടല്ലോ അല്ലെ? നമ്മുടെ ആ ഒരു എക്സാം സമയം ആകുമ്പോഴേക്കും എല്ലാം കൂടി ഒരുമിച്ച് പഠിക്കാൻ വെക്കരുത്. കിട്ടുന്ന സമയങ്ങളിൽ കുറച്ചായിട്ട് ഓരോ ചാപ്റ്റേഴ്സ് എടുത്ത് പഠിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. Thank you, ma'am.